കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ സമയത്തിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പുതിയ വർഷത്തിൽ പുതിയ ജീവിതാനുഭവങ്ങളെ കേൾക്കുവാൻ കർത്താവ് ജോയ്സ് ടി വിയിലെ പ്രേക്ഷകർക്ക് സാവകാശങ്ങളും സന്ദർഭങ്ങളും ഒക്കെ ഒരുക്കുന്നത് ഓർത്ത് സ്തോത്രം. എല്ലാ പ്രേക്ഷകരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ജീവിതാനുഭവം ഷെയർ ചെയ്യുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ അനിൽ. കർത്താവിൻ്റെ നാമത്തിൽ വളരെ സ്നേഹത്തോടെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ കടന്നു പോകുന്നതിന് ഒരു വാക്ക് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യാം. സ്വർഗീയ പിതാവേ, തിരുനാമം വാഴ്ത്തപ്പെടട്ടെ. ഈ സന്ധ്യയിൽ കർത്താവിൻ്റെ വൃത്തിയിലൂടെ കേൾക്കുവാൻ പോകുന്ന ദൈവത്തിൻ്റെ ശബ്ദം, നമ്മുടെ ജീവിതാനുഭവങ്ങൾ കേൾവിക്കാരാകുന്ന ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അതൊരു പുതിയ അനുഭവമാക്കി ദൈവത്തോട് തീർക്കണമേ എന്ന് അപ്പനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി വയ്ക്കട്ടെ. വലിയവൻ വലിയവ ചെയ്യണം. യേശു കർത്താവിൻ്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഓക്കെ പാസ്റ്ററെ, തുടർന്നുള്ള സമയങ്ങൾ കർത്താവിൻ്റെ ദാസൻ്റെ ജീവിതാനുഭവങ്ങൾ നമ്മുടെ പ്രിയ പ്രേക്ഷകരുമായി ഷെയർ ചെയ്യാനുള്ള വലിയൊരു അവസരമാണ്. അത് ഉപയോഗിക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ജോയ്സ് ടി വിയിലൂടെ എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ലഭിച്ച അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം കർത്താവിന്റെ ദാസൻ വിളിച്ച് സാക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിന് കർത്താവിന്റെ ദാസനോടും കുടുംബത്തോടും എല്ലാം നന്ദി അറിയിക്കുകയാണ്. ഞാൻ എന്നെ പരിചയപ്പെടുത്തിയാൽ എൻ്റെ സ്വന്തം നാട് കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ശാസ്താംകോട്ടയിലുള്ള രാജഗിരി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. എൻ്റെ അപ്പനും അമ്മയും ഞങ്ങൾ 7 മക്കളും അടങ്ങിയ കുടുംബമായിരുന്നു. അതിൽ ഞാൻ മൂന്നാമത്തെ ആളാണ്. 5 ആണും 2 പെണ്ണും. എനിക്ക് ഇളയതാണ് 2 സഹോദരിമാരുള്ളത്. അങ്ങനെ 7 പേരടങ്ങിയ ഒരു കുടുംബം. പിന്നെ കുടുംബത്തിന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ അപ്പൻ നല്ലൊരു മദ്യപാനിയായിരുന്നു. മദ്യപാനം തുടങ്ങുന്നതിന് മുമ്പ് വളരെ വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തില് പോയിരുന്ന ഒരു സാഹചര്യത്തില് അപ്പൻ മദ്യപാനം തുടങ്ങിയതോട് കൂടിയിട്ട് വീട്ടിലെ എല്ലാ സാഹചര്യങ്ങളും തകിടം മറിഞ്ഞു പോയി. വല്ലാത്ത സ്ഥിതിയിൽ പ്രതികൂലങ്ങളിലൂടെ പോയി. ഞങ്ങളുടെ പഠനം പോലും പ്രയാസത്തിലേക്കായി പോകുന്ന ഒരു സാഹചര്യത്തിലൂടെ ഒക്കെ പോകേണ്ടി വന്നു. അതിന്റെ ഫലമായിട്ട് ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ അടുത്ത് അവിടെ സോഷ്യൽ ഫോറസ്ട്രിക്കാർ നടത്തുന്ന ഈ തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന ഇതിലുള്ള നട്ടു വളർത്തുന്ന അനുഭവത്തിലുള്ള അതിൽ കവറുകൾ നിറയ്ക്കുക, മണ്ണ് നിറച്ചു കൊടുക്കുക, അതിന് തൈകൾക്ക് വെള്ളം ഒഴിക്കാൻ പോവുക, അങ്ങനെയുള്ള പല ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ മാത്രമല്ല, തൈകൾ കൊണ്ടുവന്നിട്ട് ഓരോടത്ത് വിതരണം ചെയ്യുമ്പോൾ അതിനകത്ത് ഇറക്കാനും കയറ്റാനും ഒക്കെ ആയിട്ട് വണ്ടിയിലേക്ക് പോവുക, അങ്ങനെ ഒത്തിരി പണികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ജീവിതത്തിലുണ്ടായി. എങ്കിലും പ്രത്യേകിച്ച് സ്കൂളിൽ പോകുമ്പോൾ നന്നായിട്ട് പഠിച്ച് നല്ല നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ക്ലാസ്സിലൊക്കെ നന്നായിട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്ന സാഹചര്യത്തിലായിരുന്നു. എന്നാൽ പെട്ടെന്നൊരു വ്യത്യാസം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആഞ്ഞിലിമൂട് സ്കൂൾ എന്ന് പറയും, ആ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന അവിടെ 5ാം ക്ലാസ് വരെ ഉണ്ടായിരുന്നു. 5ാം ക്ലാസ്സിന് ശേഷം എനിക്ക് ശാസ്താംകോട്ട ടൗണിലുള്ള അവിടെയുള്ള ഹൈസ്കൂളിലേക്ക് പോകേണ്ടി വന്നു. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോ എന്നെ അവിടെ കാത്തിരുന്നത് എൻ്റെ ചേട്ടന്മാരാ, എൻ്റെ ബന്ധത്തിലുള്ള ചേട്ടന്മാരും അവരെല്ലാം നല്ല രാഷ്ട്രീയ പ്രവർത്തകരായിരുന്നു. അപ്പൊ നമ്മൾ ചെന്ന പാടെ അവരവരുടെ കയ്യിലേക്ക് പിടിച്ചു. മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പിടിച്ചിറക്കാനായിട്ടിടയായി. അത് ജീവിതത്തിൽ ഒരു വലിയ തകർച്ചയിലേക്കെന്ന് വേണമെങ്കിൽ പറയാം. വിദ്യാഭ്യാസത്തിലുള്ള ശ്രദ്ധയെല്ലാം പോയി. രാഷ്ട്രീയത്തിന്റെ പിന്നാലെ അധികം ഓടിയില്ല, എങ്കിലും കുറെ കാലം അങ്ങനെ നഷ്ടപ്പെടാനായിട്ടിടയായി. എന്നാൽ പിന്നത്തേതിൽ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിൽ ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്ന രാഷ്ട്രീയ നേതാക്കളുടെ ഉള്ളുകളിൽ നമുക്ക് വളരെ വ്യക്തമാകുന്ന 1-2 അനുഭവങ്ങൾ ഉണ്ടായതോട് കൂടിയിട്ട് ഞാൻ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞു. ഇനി മേലില് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല എന്നുള്ള ഒരു തീരുമാനം. കാരണം ഇവരെല്ലാം നമ്മളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് തമ്മിലടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷേ വൈകുന്നേരങ്ങളിൽ അവരൊരുമിച്ച് കൂടിയിരുന്ന് കളിയും തമാശയും പറഞ്ഞ് ചായ കുടിക്കുന്ന ഞങ്ങൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണാനായിട്ടിടയായി. നമ്മളെ കൊണ്ട് രാവിലെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ചിട്ട് വളരെ ഇതായിട്ട് അവരൊരുമിച്ച് ഞങ്ങൾ തല്ലിയ കഥയൊക്കെ പറഞ്ഞിട്ട് ചിരിച്ച് സന്തോഷിച്ച്
പല പാർട്ടിയുടെ നേതാക്കൾ ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ചെന്ന് കയറാനിടയായി. ആ ഒരു സാഹചര്യത്തിലാണ് രാഷ്ട്രീയത്തെ നമുക്ക് വളരെ മടുപ്പായിട്ട് അത് വിട്ടെറിഞ്ഞ് തിരിച്ചു വീണ്ടും പഠനത്തിലേക്ക് ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്റെ ജ്യേഷ്ഠൻ വർഷങ്ങളായിട്ട് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു. വർഷങ്ങളായിട്ട് നാടകരംഗത്ത് പ്രവർത്തിക്കുന്ന, നാടകത്തിൽ നല്ല പ്രസിദ്ധനായിട്ടുള്ള ഒരാളായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സ്കൂളിന്റെ വാർഷികം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ നാടക മത്സരത്തിന് പങ്കെടുക്കാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ എല്ലാരും കൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ജ്യേഷ്ഠൻ അങ്ങനെ നാടകം പഠിപ്പിക്കാൻ ശാസ്താംകോട്ട സ്കൂളിലേക്ക് വന്നപ്പോ ഞാന് ചെറിയ ക്ലാസ്സിലാണ്, എനിക്ക് മുമ്പിലുള്ള ക്ലാസ്സുകാരെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നതെങ്കിലും ഞാൻ അവിടെ ഉള്ളത് കൊണ്ട് എന്നെയും കൂടി ആ ടീമിനകത്ത് ചേർക്കാനായിട്ടിടയായി. എന്നെയും കൂടെ ചേർത്തു. അങ്ങനെ നാടകത്തിലേക്ക് കയറി. ആദ്യമായിട്ടാണെങ്കിലും നാടകത്തിൽ കയറി. ആ വർഷം നാടകത്തില് വളരെ നല്ല വിജയം നേടുവാനായിട്ട് ഇടയായി. അതൊരു വ്യത്യാസമായി തീരാനായിട്ടിടയായി. ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് ടീച്ചേഴ്സും മാഷന്മാരും എല്ലാം നമ്മളെ പുകഴ്ത്തുന്ന ഒരു പ്രത്യേക അനുഭവത്തിലേക്കൊക്കെ വന്നു. നമുക്ക് അവരുടെ കൂടെ ചേർന്ന് തുടർന്നുള്ള മത്സരങ്ങൾക്ക് പോകാനും ഒക്കെ അവസരം ഒരുങ്ങിയപ്പോൾ അതൊരു പ്രത്യേക സാഹചര്യമായി. തുടർന്ന് ഈ ഒരു വർഷം മാത്രമല്ല, 8ാം ക്ലാസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് ഈ നാടക മത്സരത്തിന് പങ്കെടുക്കുന്നത്. തുടർന്നുള്ള 3 വർഷങ്ങളിലും സ്കൂളിൽ നമുക്ക് തുടർച്ചയായിട്ട് നാടക മത്സരത്തിൽ ഫസ്റ്റ് നേടാനും അതിനെ തുടർന്ന് ഉപജില്ലയിലും ജില്ലയിലും ഒക്കെ പോകാനായിട്ടൊക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായി. അങ്ങനെ അതൊരു പേരിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തുള്ള നാടകങ്ങളിലേക്കും, പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, ഈ എന്റെ ജ്യേഷ്ഠൻ അന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ലിറ്റിൽ വേ അസോസിയേഷൻ എന്ന് പറയുന്നത് പിന്നീട് അത് ലിറ്റിൽ വേ ആർട്സ് ക്ലബായി മാറി. ആ ക്ലബിന്റെ ഒരു ബന്ധത്തില് സർക്കാരിന്റെ പരസ്യ നാടകങ്ങളിലേക്ക് ഒരു അവസരം ഒരുങ്ങി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാട്ടർ അതോറിറ്റി, സോഷ്യോ എക്കണോമിക് യൂണിറ്റ് അവരൊക്കെ ചേർന്ന് നടത്തുന്ന പരസ്യ നാടകങ്ങളിലേക്ക് ഒരവസരവും കിട്ടി. അങ്ങനെ അപ്പോ ആ നാടകത്തിന്റെ പിന്നാലെ പോയി. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയം പകുതി വഴിക്ക് വിട്ടുകളഞ്ഞു. വീണ്ടും പഠനത്തിലേക്ക് ശ്രദ്ധിച്ചു വന്നെങ്കിലും നാടകത്തിന്റെ ഒരു ഭ്രാന്ത് പിടിച്ചപ്പോഴത്തേക്ക് വീണ്ടും പഠനം കയ്യിൽ വിട്ടുപോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാടകത്തിന്റെ പുറകെ തന്നെയായി. അവസാനം 10ാം ക്ലാസ്സിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പരീക്ഷയുടെയൊക്കെ സമയം എത്തിയപ്പോഴത്തേക്ക് അധ്യാപകർ തമ്മിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി. നമുക്ക് പരീക്ഷ എഴുതാനായിട്ടുള്ള ഹാജർ തന്നെ ഇല്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. അപ്പോ എങ്ങനെയാണ്? പക്ഷെ അന്ന് ഒരർത്ഥത്തിൽ പറഞ്ഞാല് എനിക്ക് അന്ന് അറിയില്ലായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ഒരു പെന്തക്കോസുകാരി ടീച്ചർ ഉണ്ടായിരുന്നു, ലീലാമ വർഗീസ് എന്നാണ് അവരുടെ പേര്. വളരെ സ്നേഹമുള്ള, ഞാൻ ഒത്തിരി അവരെ സ്നേഹിച്ചിരുന്നു. കാരണം അവരുടെ സ്വഭാവം കൊണ്ടൊക്കെ നല്ല സ്നേഹമുള്ള, നല്ല കരുതലുള്ള, കുട്ടികളെ ഓരോരുത്തരെയും കരുതുന്ന ഒരു നല്ല ടീച്ചർ. പക്ഷെ അവർ കമ്മലോ മാലയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ നമ്മൾ മറ്റു കുട്ടികളൊക്കെ തമ്മിൽ സംസാരിക്കുന്ന ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ ക്രിസ്തീയതയിലെ തന്നെ വേറെ ഏതോ ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊന്നും പെന്തക്കോസുകാരാകട്ടെ അല്ലെങ്കിൽ മറ്റൊരു ഈ ക്രിസ്തീയ വിഭാഗങ്ങൾ തന്നെ ആ മേഖലയിലില്ല. ഞങ്ങളവിടെ ഏതാണ്ട് വലിയൊരു 1500ഓളം കുടുംബങ്ങളുള്ള ഒരു കത്തോലിക്ക ചർച്ചിന്റെ കീഴിലാണ് നമ്മളുള്ളത്. അത്രയും ഒരു വിശാലമായ മേഖലയുണ്ട്. ആ പരിസരത്തൊന്നും മറ്റാരും ഇല്ല എന്ന് പറയാം. അതുകൊണ്ട് ഞങ്ങൾ കുട്ടികളായി ഞങ്ങൾക്ക് മറ്റു സഭകളെ കുറിച്ചൊന്നും അറിയില്ല. പക്ഷെ ഈ ടീച്ചർ വളരെ സ്നേഹത്തോടെ ഇടപെട്ടു, കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിട്ട് പരീക്ഷ എഴുതാനുള്ള സാഹചര്യം ഒരുക്കി തന്നു. പക്ഷെ അന്ന് അധികം പഠിച്ചിരുന്നില്ല, അതുകൊണ്ട് അവിടുന്ന് പുറത്തായി. വീണ്ടും പരീക്ഷ എഴുതി, എന്തായാലും 10ാം ക്ലാസ് ഒക്കെ പാസ്സായി മുന്നോട്ട് വന്നെങ്കിലും തുടർന്ന് നാടകത്തിന്റെ പുറകെ തന്നെ ആയിപ്പോയി. നാടകത്തിന്റെ പുറകെ ആയിപ്പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ സമയത്ത് ഈ നാടകവുമായിട്ടെല്ലാം മുന്നോട്ട് പോകുന്ന സമയത്ത് രാധൻ ശാസ്താംകോട്ടയെന്ന് ഞങ്ങൾ വിളിക്കുന്ന രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, നാടകത്തിന്റെ ഒരാള്. അദ്ദേഹമായിട്ടൊരു പരിചയമായി. ആ മനുഷ്യനുമായിട്ടുള്ള ബന്ധം വീണ്ടും മത്സര നാടകങ്ങളിലേക്കും അതുപോലെ അല്ലാതെയുള്ള നാടകങ്ങളിലേക്കും എല്ലാം അവസരങ്ങൾ തുറന്നു കിട്ടി. ഇങ്ങനെ നാടകത്തിന്റെ പിന്നാലെ തന്നെയായി പോകുന്ന നാളുകൾ നാടകത്തിന്റെ പുറകെ തന്നെയായിപ്പോയി. ആ ഒരു നിലയിൽ മുന്നോട്ട് പോയി. പഠനത്തില് വീണ്ടും നമുക്ക് ചേരാനായിട്ട് കഴിയാത്ത, അപ്പോ ജീവിത രീതിയിലും എല്ലാം വ്യത്യാസം വന്നതുകൊണ്ട് കോളേജിലൊക്കെ ചേർക്കേണ്ട സമയമായപ്പോഴത്തേക്ക് എന്റെ ജ്യേഷ്ഠൻ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ കോളേജിൽ വിട്ടാൽ ശരിയാകത്തില്ല, നീ കോളേജിൽ പോയാൽ ശരിയാവുന്ന ഒരു കോൾ കാണുന്നില്ല, അതുകൊണ്ട് നീ കോളേജിൽ പോകണ്ട. അന്ന് ചേട്ടൻ നാടകം അഭിനയിക്കുന്നുണ്ടെങ്കിലും അപ്പൊ തന്നെ തന്റെ സൈഡായിട്ട് താന് ട്യൂട്ടോറിയൽ കോളേജുകളിലെല്ലാം പഠിപ്പിക്കുന്നുണ്ട്.
അത് പറഞ്ഞു ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ വന്നിട്ട് നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് എന്നെ കൊണ്ടുവന്നിട്ട് ആ കോളേജിൽ ചേർത്തു. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം മറ്റു കോളേജുകളിലേക്ക് മാറിപ്പോയി. ഞാൻ അവിടെ ഒറ്റയ്ക്കായിപ്പോയി. ഫീസ് കൊടുക്കാനോ ഒന്നിനും കഴിയാത്ത ഒരു സാഹചര്യത്തില് അവിടെ പെട്ടുപോയി എന്ന് പറയാം. അവസാനം നമ്മൾ പഠനം തന്നെ ഉപേക്ഷിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് വന്നു. പഠനം തന്നെ ഉപേക്ഷിച്ച് വീട്ടിൽ നിന്ന് നാടകത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അവിടുത്തെ അറിയപ്പെടുന്ന നാടകകൃത്തായിരിക്കുന്ന വേണു വെങ്കട്ടക്കൽ എന്ന് പറയുന്ന മനുഷ്യനുമായിട്ട് നല്ല ബന്ധമായി. അങ്ങനെ ഒരു ആ കാര്യത്തിലൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നെ എന്തായാലും ഡ്രാമ സ്കൂളിലൊക്കെ അയക്കാനായിട്ട് ആഗ്രഹിക്കുന്നു, നിന്നെ സീരിയലിലേക്കൊക്കെ അയക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അദ്ദേഹം എന്നെ ഏറ്റെടുത്തു എന്ന് പറയുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വന്നു. അപ്പോ നാടകത്തിൽ നല്ല അവസരങ്ങൾ ഒരുക്കി തന്നു. സീരിയലിലേക്കുള്ള കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഇതിനിടയിലുള്ള അല്പസമയം ഈ കോളേജിൽ പോക്ക് നിന്നുപോയി. പഠനം അങ്ങനെ ഇതായി. പിന്നെ നാടകത്തിന് പോകാന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ ഇതില്ല. അപ്പൊ അതിനിടയിൽ ലഭിച്ച സമയത്ത് ഞാൻ ടൈലറിങ് പഠിക്കാനും കൂടി പോയി. പോയി ടൈലറിങ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ വെച്ചിട്ട് പലരുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോ ഈ സമയത്ത് യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം സംഭവിച്ചിരുന്നു. അവിടെ പെന്തക്കോസുകാർ വന്നു. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമായിട്ട് പെന്തക്കോസുകാർ വന്നു. പെന്തക്കോസുകാർ വന്നിട്ട് ഞങ്ങളുടെ ടൗണിൽ തന്നെ വന്നിട്ട് വീട് വാടകയ്ക്ക് എടുത്തിട്ട് അവിടെ അവർ പ്രാർത്ഥനയൊക്കെ തുടങ്ങി. അപ്പൊ ഞങ്ങൾ കുറച്ച് ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ കയറി ചെന്നിട്ട് അവരോട് തർക്കിച്ചു, ബഹളം ഉണ്ടാക്കി, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അവിടെ പെന്തക്കോസുകാരെ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ഓടിച്ചു. ഇനി ഈ ദേശത്ത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടാനായിട്ടിടയായി. വീണ്ടും നാളുകൾ കഴിഞ്ഞപ്പോൾ മറ്റൊരു കൂട്ടർ അവിടെ വന്നു. പക്ഷെ ആ സമയത്ത് നമ്മൾ മറ്റൊരു അടവായിട്ടാണ് എടുത്തത്. നമ്മൾ അവിടെ പോയിരുന്നു, പ്രാർത്ഥനയ്ക്കിരുന്നു. അവരുടെ കയ്യിൽ നിന്ന് പുസ്തകങ്ങളും പാട്ടുപുസ്തകങ്ങളും കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് അവരുമായിട്ടൊക്കെ പരിചയപ്പെട്ടു. അതിന് മറ്റു പല ലക്ഷ്യങ്ങളും ഉണ്ടായിരുന്നു എന്ന് വെച്ചു. അങ്ങനെ ഇരുന്നു. പക്ഷെ എങ്കിലും അവർക്കും അവിടെ തുടരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അവരും അവിടുന്ന് ദേശം വിട്ടുപോയി. എന്നാല് ഈ നാടകവുമായിട്ടും എല്ലാം ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഞങ്ങളുടെ പള്ളിയിൽ ഒരു ധ്യാനം വരാനായിട്ടിടയായി. കോട്ട ഡിവൈൻ കേന്ദ്രക്കാർ നടത്തുന്ന ധ്യാനം. അത് എന്താ കുര്യാക്കോസ് പുന്നലിൽ VC എന്ന് പറയുന്ന അച്ഛന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ധ്യാനം. ആ ധ്യാനം നടക്കുന്ന സമയത്ത് എല്ലാവരും നിർബന്ധിച്ചു പോയി ധ്യാനം കൂടാനായിട്ട്. ഞാൻ പറഞ്ഞു എന്നെ കണ്ട് പറ്റില്ല. പക്ഷെ ധ്യാനം വരുന്നതിന് മുമ്പ് ഞങ്ങളുടെ പള്ളിയിൽ ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വിശാലമായ ഒരു പള്ളിയാണ്. അപ്പൊ ഒരു 10, 20, 30 ഇടയിലുള്ള വീടുകളെ ചേർത്തുകൊണ്ട് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുകളായിട്ട് തിരിച്ചു. ഇത്ര വീടുകളെ ചേർത്ത് വെച്ച് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിനെല്ലാം പ്രസിഡന്റും സെക്രട്ടറിയൊക്കെ വെക്കാനായിട്ടിടയായി. അങ്ങനെ വന്നപ്പോൾ നമ്മുടെ അവിടെ ഞങ്ങളുടെ ആ ഏരിയയിൽ ചെറുപ്പക്കാരായിട്ടുള്ള പിള്ളേരോ അല്ലെങ്കിൽ ഇതിന് മുന്നിൽ നിൽക്കാൻ പറ്റിയ ആരുമില്ല. എല്ലാവരും മദ്യത്തിന്റെയോ അതിന്റെയും ഒക്കെ പിന്നാലെയാണ്. പിന്നെ കുറച്ച് സ്ത്രീകളാവുള്ളത്. അപ്പൊ പള്ളിയിൽ പോയിട്ട് അവരെല്ലാം വിഷയം അതായിരുന്നു. പള്ളിയിൽ പോയി എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരണമെങ്കിൽ സംസാരിക്കണമെങ്കിൽ ആണുങ്ങൾ വേണമല്ലോ. അപ്പൊ എന്നെയും ജോൺസൺ എന്ന് പറയുന്ന ഒരു സഹോദരനെയും കൂടി ഞങ്ങളെ രണ്ടുപേരെയും കൂടെ വിളിച്ച് കമ്മിറ്റിയിലാക്കിയിട്ട് ആ ധ്യാനത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വിളിച്ച കമ്മിറ്റിയിലേക്ക് ഞങ്ങളെ പറഞ്ഞു വിട്ടു. അവിടെ ചെന്നു. അവിടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇതിന് പറയുന്നത് ധ്യാനം എത്തിയപ്പോൾ ധ്യാനത്തിന് പോകാനായിട്ട് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഈ ധ്യാനവും പരിപാടിയൊന്നും താല്പര്യമില്ല. കാരണം ഞാൻ ഇതിനു മുന്നേ എൻ്റെ ചെറിയ പ്രായത്തില് ഞങ്ങളുടെ നാട്ടില് ജേക്കബ് എന്ന് പറഞ്ഞിട്ടൊരു സാറ് കടന്നു വന്നിട്ട് അദ്ദേഹം ഈ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ പഠിപ്പിക്കലുകൾ നടത്തുന്നുണ്ടായിരുന്നു. ആ പഠിപ്പിക്കലിൽ അദ്ദേഹം പ്രധാനമായിട്ട് ഊന്നൽ നൽകിയത് എന്താണെന്ന് വെച്ചാൽ ദൈവം ഇല്ല എന്നുള്ള ഒരു വിഷയത്തില. ദൈവം എന്നുള്ളത് ഒന്നും സത്യമല്ല, ശാസ്ത്രമാണ് എല്ലാത്തിലും വലുത്. അതുകൊണ്ട് നമ്മൾ എന്ത് കണ്ടാലും ഏത് കാര്യം നമ്മുടെ മുന്നിൽ കണ്ടാലും നമ്മൾ എന്ത് കണ്ടെന്ന് അതിനോട് ചോദ്യം ചോദിക്കണം. അങ്ങനെ ആരോടും ചോദ്യം ചോദിക്കാൻ തയ്യാറാകണം എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം നമ്മളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് വളരെ ഇതായിട്ട് കൊണ്ടുവരിക. അപ്പൊ അന്നും ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നൊരു ചിന്തയുണ്ട്. പക്ഷെ എങ്കിലും ഇദ്ദേഹം പഠിപ്പിക്കുന്നതിൽ അത്രയങ്ങ് ആകൃഷ്ടനായത് കൊണ്ടും പിന്നെ ദൈവം ഇല്ല എന്ന് പറയുന്നതാണ് ജീവിതത്തിൽ ഒരു സുഖം എന്നുള്ളത് കണ്ടും ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു എൻ്റെ ജീവിതം ഉണ്ടായിരുന്നത്. ഞാൻ അങ്ങനെ ദൈവം ഇല്ല എന്ന് പറഞ്ഞു നടക്കും. പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നുള്ള ഒരു ബോധ്യമുണ്ട്. അപ്പൊ ഈ ധ്യാനത്തിനൊക്കെ വിളിച്ച സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് ഇതിനോടൊന്നും താല്പര്യമൊന്നുമില്ല. ഈ ഹല്ലേലൂയായി സ്തോത്രവും ഇങ്ങനെയൊന്നും പറഞ്ഞു നടക്കാൻ എനിക്ക് താല്പര്യമില്ല. മാത്രമല്ല എനിക്ക് നാടകവും പരിപാടിയൊക്കെ ഉണ്ട്. എനിക്ക് അതുകൊണ്ട് ഇതിന്റെ പിന്നാലെ പോകാനായിട്ട് കഴിയില്ല എന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരോടും നിർബന്ധിച്ചിട്ട് വീണ്ടും പറഞ്ഞു വിട്ടപ്പോ ഞാൻ അവിടെ ചെന്ന് നോക്കിയപ്പോ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ലൊരു സാഹചര്യമുണ്ട്. ഈ ധ്യാനത്തിന് കൂടുന്ന ആളുകൾക്കെല്ലാം വെള്ളം ആവശ്യം വരുമ്പോൾ വെള്ളം എത്തിച്ചു കൊടുക്കുക,
അതുപോലെ ഉച്ച സമയത്ത് ബ്രെഡും പഴവും ഒക്കെ എത്തിച്ചു കൊടുക്കുക. ഇതിനൊക്കെ ഒരു ചാൻസ്. ബാക്കിയുള്ള സമയത്ത് നമുക്ക് വിശ്രമിക്കാം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഇവരുടെ എല്ലാവരുടെയും കൂടെ കൂടിയിട്ട് ഈ പരിപാടി ഏറ്റെടുത്തു. വെള്ളം എത്തിച്ചു കൊടുക്കലും ബ്രെഡും പഴവും ഒക്കെ എത്തിച്ചു കൊടുക്കലും. അപ്പൊ നമുക്ക് തമാശ പറഞ്ഞ് മാറി എവിടെയെങ്കിലും ഇരിക്കാം, ധ്യാനം അവിടെ നടന്നോളൂ. അങ്ങനെ അതിനകത്ത് ഞാൻ പറഞ്ഞ ആ ദിവസങ്ങളിൽ എന്നെ അത് ഒട്ടും ബാധിച്ചതേ ഇല്ല. ഞാനത് തള്ളിക്കളഞ്ഞു. ഞാൻ അവിടെ പോയി പിന്നെയും നമ്മൾ മാറി ഇരുന്ന് കളിയാക്കുക ചെയ്തിട്ടുണ്ട്. ഈ ധ്യാനത്തിന്റെ സ്തോത്രമൊക്കെ പറയുന്നതിനെ നമ്മൾ കളിയാക്കിക്കൊണ്ട് മുന്നോട്ട് പോയി. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ആ സമയത്ത് ഞങ്ങളുടെ പള്ളിയിലുള്ള കന്യാസ്ത്രീമാരുമായിട്ടൊരു ഒരു നല്ല ബന്ധമുണ്ടായി. എനിക്ക് പറയാൻ ഇന്ന് പറയുകയാണെങ്കിൽ, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ഏത് നിലയിലും, അല്ലെ, ദൈവം സ്നേഹിക്കുന്നവരെ ദൈവം ഏത് നിലയിലും പിടിക്കുന്നുള്ളതിന്റെ ദൈവത്തിന് അതിന് എന്തെല്ലാം മാർഗം ഉണ്ടെന്നുള്ളത്. ഈ കന്യാസ്ത്രീമാരുമായിട്ട് ഒരു നല്ല ബന്ധത്തിലേക്ക് വന്നു. കന്യാസ്ത്രീമാർ നമ്മളെ കാണുമ്പോഴത്തേക്ക് വിളിക്കും, വരണം, ആ മഠത്തിലേക്ക് വരണം. അപ്പൊ മഠത്തില് ആണുങ്ങൾക്ക് കയറാൻ പോലും അവകാശം ഇല്ലാത്തടത്താണ് നമ്മളെ വിളിക്കുന്നു, നമ്മളെ അവരുടെ ഹോളിലൊക്കെ കയറ്റുന്നു, ഞങ്ങൾക്ക് ചായ തരുന്നു എല്ലാം. അതൊരു വലിയ സന്തോഷമായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അവരെ കാണാനും സംസാരിക്കാനും ഒക്കെ അവിടെ പോകാൻ തുടങ്ങി. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അതിനകത്ത് ഗിൽബർട്ട് മേരി എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. വളരെ സ്നേഹമുള്ള. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പെന്തക്കോസ്ത് അനുഭവത്തിൽ ഒരു പാസ്റ്റർ ആയിരിക്കുമ്പോഴും ഞാൻ ഒരിക്കലും ഞാൻ കത്തോലിക്ക സമൂഹത്തെ തള്ളി പറയത്തില്ല. കാരണം ഞാൻ ജനിച്ചു വളർന്നത് അതാണ്. ഞാൻ ഇന്ന് എന്തായിരിക്കുന്നോ ഇതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് എന്നെ സഹായിച്ചത്, ഈ ദൈവത്തെ അറിയാൻ എന്നെ സഹായിച്ച ഒരു സമൂഹം, ആ സമൂഹം പ്രത്യേകിച്ച് സമർപ്പിതരായിട്ടുള്ള ഈ കന്യാസ്ത്രീമാരൊക്കെ എന്നെ അതിന് സഹായിച്ചത്. ഈ ഗിൽബർട്ട് മേരി എന്ന് പറയുന്ന സിസ്റ്റർ വളരെ സ്നേഹമുള്ള ഒരു സിസ്റ്ററായിരുന്നു. ആ സ്നേഹത്തിൽ എന്നെ ഒത്തിരി നിർബന്ധിച്ചു, മോനെ എന്തായാലും ഒന്ന് ധ്യാനത്തിന് പോകണം. അപ്പൊ രജിസ്ട്രേഷൻ ഫീസും അതും ഇതെല്ലാം ഞാൻ കൊടുത്തോളാം, നീ കൊടുക്കണ്ട, ഞാൻ കൊടുത്തോളാം, നീ വരണം എന്തായാലും. ഞാൻ പറഞ്ഞ സിസ്റ്റർ എനിക്ക് പറ്റില്ല ഈ ദിവസങ്ങളിലൊക്കെ, കാരണം അത് ഈ ക്രിസ്മസ് കഴിഞ്ഞ് ഉള്ള ദിവസങ്ങളിലാണ്, 26-ാം തീയതി മുതൽ 31 വരെയുള്ള ദിവസങ്ങളിലാണ് ധ്യാനം വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് എനിക്ക് ആ ദിവസങ്ങളിൽ പറ്റില്ല, കാരണം കുറെ നാടകങ്ങളും പരിപാടിയൊക്കെ ഉണ്ട്, എനിക്ക് പറ്റില്ല. അപ്പൊ സിസ്റ്റർ പറഞ്ഞു, അല്ല മോനെ എന്തായാലും വരണം. നിർബന്ധിച്ച് പറഞ്ഞപ്പോ എന്റെ കൂട്ടുകാരും ഒക്കെ നിർബന്ധിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് പോയേക്കാം. പക്ഷെ ഈ നാടകവുമായിട്ട് ലോകം മുഴുവൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടിയിൽ കയറുന്നു, അവര് നമ്മളെ കൊണ്ടുപോകുന്നു, എല്ലായിടത്തും പോയി തിരിച്ചു വരുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് മറ്റു ഒറ്റയ്ക്ക് യാത്ര ചെയ്ത് വലിയ പരിചയമൊന്നുമില്ല. അപ്പൊ എനിക്ക് ഈ പോകേണ്ടതിന് തലേന്ന് 25-ാം തീയതി രാത്രിയിലും എനിക്കൊരു നാടകത്തിന് പോകേണ്ടി വന്നു. ഞാൻ പോയിട്ട് തിരിച്ചെത്തിയപ്പോഴത്തേക്ക് ഞാൻ വൈകിപ്പോയി. എനിക്കപ്പോ ഈ ധ്യാനം നടക്കുന്ന കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലേക്ക് പോകാനായിട്ടുള്ള വഴി അറിയില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ തിരക്കി പിടിച്ച് അന്ന് ഞാനൊരു ഉച്ചയായപ്പോഴത്തേക്ക് അവിടെ എത്തി. ധ്യാനം തുടങ്ങിയ ദിവസം ഉച്ചയായപ്പോഴത്തേക്ക് എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്കുണ്ട് ഒരു 6000-7000-ഓളം യൗവനക്കാർക്കുള്ള ധ്യാനം അത്. അതൊക്കെ സത്യം പറഞ്ഞ ഒരു അനുഭവമാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ പോലും, വിശ്വാസികളുടെ ഇടയിൽ പോലും അങ്ങനെ യൗവനക്കാരെ കേന്ദ്രീകരിച്ചും ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഉണ്ടോ എന്നുള്ള സംശയമെങ്കിലും ഞാൻ പറഞ്ഞു, അവിടെ 7000-ഓളം യൗവനക്കാരെ കൂട്ടിക്കൊണ്ട് ദൈവവചനം, അത് കറയില്ലാതെ ദൈവവചനം പങ്കുവെക്കുന്ന ഒരു കൂട്ടായ്മ. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാനൊരു ആത്മീയനോ അല്ലെങ്കിൽ ഇതിലൊന്നും ബന്ധമുള്ള ആളല്ലാത്തതുകൊണ്ട് എനിക്കതൊന്നും എന്നെ ഏഷ്യതേ ഇല്ല എന്ന് പറയാം. ഞാൻ അവിടെ ഏറ്റവും പുറകിൽ പോയി നിന്ന് ഇതെല്ലാം കണ്ടു, ഇതെല്ലാം കേട്ടു, എന്തൊക്കെയാണ് നടക്കുന്നത്, എങ്ങനെയൊക്കെയാണ് സംഭവം എല്ലാം നോക്കി നിന്നും അവരെല്ലാം പാട്ട് പാടുന്നു, കൈയടിക്കുന്നു, തുള്ളുന്നു. എനിക്ക് പലപ്പോഴും കാണുമ്പോൾ ആ ശാസ്താംകോട്ടയിലൊക്കെയുള്ള എന്റെ പല കൂട്ടുകാരും ഭയങ്കര ആ മസിൽ പിടിച്ച് നിൽക്കുന്ന ആളുകളൊക്കെ അവിടെ തുള്ളുന്നു, ചാടുന്നു, പാടുന്നു. ഇവർക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ എന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്നു. വൈകുന്നേരം ആയപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും കൊല്ലം ടൗണിൽ എത്തിയതാണ്, ഇവിടെ എല്ലാം ഒന്ന് കറങ്ങാം, സിനിമയ്ക്കൊക്കെ അത്യാവശ്യം പോകാം എന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ഞാനുള്ളത്. ഞാൻ ഈ ചെറുപ്പക്കാരുടെ അടുത്തെല്ലാം ചെന്നിട്ട് ചോദിച്ചു, നമുക്കൊന്ന് സിനിമയ്ക്ക് പോയാലും? ആരും തയ്യാറല്ല. എല്ലാവരും പറയുന്നില്ല, ഞങ്ങൾ സിനിമയ്ക്കില്ല. അപ്പൊ ഇത്രയും സമയത്തിനുള്ളില് എനിക്ക് തോന്നുന്നു ശാസ്താംകോട്ടയിലെ ധ്യാനം തന്നെ ഇവരിൽ പലരെയും ശരിക്കും ടച്ച് ചെയ്തിരുന്നു. ഇവിടെ എത്തിയപ്പോ അവർ വേറൊരു അനുഭവത്തിലേക്ക് മാറിയിരുന്നു. വീണ്ടും ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് സിനിമയ്ക്ക് പോകാനായിട്ട് ആരും ഇല്ലെങ്കിൽ വേണ്ട, നമുക്ക് ബീച്ചിലൊക്കെ ഒന്ന് പോയി കറങ്ങിയിട്ടെല്ലാം തിരിച്ചു വരാം. വിളിച്ചിട്ട് ഒറ്റ ഒരാൾ എന്റെ കൂടെ വരാൻ തയ്യാറായില്ല. ഞാൻ പറഞ്ഞത് അന്നത്തെ ദിവസം 1, 2, 3 ദിവസം ഞാൻ ഒറ്റയ്ക്ക് വൈകുന്നേരങ്ങളിൽ ബീച്ചിലൊക്കെ പോയി കറങ്ങി തിരിച്ചു വന്നു. ഓരോ പുസ്തകശാലകളിലൊക്കെ കയറി ഇറങ്ങിയിട്ടൊക്കെ കറങ്ങി വന്നു, തിരിച്ചു. പക്ഷെ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാല്, ഞങ്ങളെല്ലാം ഈ ഫാത്തിമ മാതാ നാഷണൽ കോളേജിന്റെ റൂമുകളിലാണ് താമസിക്കുന്നത്. ഈ റൂമിലേക്ക് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വന്ന യൗവനക്കാരായിട്ടുള്ള ആൺപിള്ളേർക്ക് അനുവദിച്ചിരിക്കുന്ന റൂമിൽ വന്ന് കയറുമ്പോൾ കാണുന്നത്
അവിടെ ഭയങ്കര പാട്ടും പ്രാർത്ഥനയും പരിപാടികളും ഒക്കെ. ഞാൻ വിചാരിച്ചത് ഇവർക്കെല്ലാം എന്ത് ഇത്ര ഒരു മാറ്റം, എന്താ ഇങ്ങനെ? ഇവരെല്ലാം ഭയങ്കര പാട്ടും പ്രാർത്ഥനയൊക്കെ. എനിക്ക് മാത്രം ഒരു വ്യത്യാസവും ഇല്ല. ഞാനിത് കുറെ നേരം നോക്കിയിരിക്കും, പിന്നെ സൈഡിൽ എവിടെയെങ്കിലും മാറി കിടന്നുകൊണ്ട് ഉറങ്ങും, വീണ്ടും പിറ്റേന്ന് ഇത് തന്നെ ആവർത്തിക്കും. അങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് 1-2 ദിവസം നാടകത്തിനൊക്കെ അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോയി പോവുകയും തിരിച്ചു വരികയൊക്കെ ചെയ്തു. അങ്ങനെ എല്ലാ കാര്യങ്ങളും നടന്നു. പക്ഷേ എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വന്നെന്ന് പറഞ്ഞാല് 5-ാമത്തെ ദിവസം ആയപ്പോഴത്തേക്ക് മാത്യു നായ്ക്കാമ്പറമ്പിൽ എന്ന് പറഞ്ഞ അച്ഛൻ വന്നു. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ വന്ന് അദ്ദേഹം കയറി പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അപ്പൊ അതിനു മുമ്പ്, അദ്ദേഹം പ്രസംഗിക്കുന്നതിന് തൊട്ട് മുമ്പ് കോട്ടയത്ത് നിന്നുള്ള ഒരച്ചായൻ വന്നിട്ട് ജീവനുള്ള ദൈവം എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ച് അദ്ദേഹം പ്രസംഗിക്കാനിടയായി. ജീവനുള്ള ദൈവം. അപ്പോ ജീവനുള്ള ഒരു ദൈവമുണ്ട്, നമ്മെ കാണുകയും നമ്മെ അറിയുകയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവം എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. ഞാൻ അത് ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഒരു ദൈവം ഉണ്ടോ? നമുക്കറിയാവുന്ന ദൈവം നമ്മൾ എന്ന് വല്ലപ്പോഴും നേർച്ചയോ കാഴ്ചയോ കൊടുത്ത് മെഴുകുതിരിയൊക്കെ കത്തിച്ച് ഒരു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ട് പോരുമ്പോ കേട്ടാലായി, ഇല്ലെങ്കിലായി, ഒത്താൽ ഒത്ത്, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള നിലയിൽ നമ്മൾ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോരുന്ന ഒരു പ്രാർത്ഥനയെ നമുക്കറിയാവുന്ന, നമുക്ക് അങ്ങ് അകലെ എവിടെയോ സ്വർഗത്തിൽ എവിടെയോ ഇരിക്കുന്ന ഒരു ദൈവത്തോട് ഭൂമിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഏതാണ്ടൊക്കെ വിളിച്ചു ചോദിക്കുന്നു. അദ്ദേഹം കേട്ടാൽ ഉത്തരം തരും, ഇല്ലെങ്കിൽ പോയി, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ നാടകത്തിന്റെയൊക്കെ ആവശ്യത്തിനൊക്കെ ഇത് സ്ക്രിപ്റ്റും ഒക്കെ ആയിട്ട് എന്നിട്ട് ചിലപ്പോൾ അവിടെ വെച്ചിട്ട് നേർച്ചയും ഇതെല്ലാം നടത്തി മെഴുതിരിയൊക്കെ കത്തിച്ചൊക്കെ തിരിച്ചു പോയി ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പൊ ഇത് മാത്രമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ ഇദ്ദേഹം പറയുന്നത് അതല്ല. ഇദ്ദേഹം പറയുന്നത് ജീവനുള്ള ഒരു ദൈവമുണ്ട്, നമ്മെ അറിയുന്ന ഒരു ദൈവമുണ്ട്, ഓരോ നാളും നമ്മെ നടത്താൻ പറ്റുന്ന ഒരു ദൈവം എന്ന് ഇദ്ദേഹം പറഞ്ഞപ്പോ ഞാനത് ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ക്ലാസ് കഴിഞ്ഞ് പോയ പുറകെ നായ്ക്കാമ്പറമ്പിൽ അച്ഛനാ വരുന്നത്. നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ വന്നിട്ട് അത് വീണ്ടും വളരെ ശക്തമായി വ്യക്തമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അദ്ദേഹം പറഞ്ഞു, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. നാം പോകുന്നതും വരുന്നതും ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നാം നടക്കുന്നതും എല്ലാം അറിയുന്ന, നമ്മോട് കൂടെ നടക്കുന്ന ഒരു ദൈവം, ഏത് നേരവും നമ്മോട് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. അവിടുന്ന് എപ്പോഴും നമ്മെ കാണുന്നുണ്ട്. നാം ചെയ്യുന്നതും നാം പറയുന്നതും എല്ലാം ദൈവം കാണുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് വലിയ പ്രയാസമായി. കാരണം ഞാൻ നാടകരംഗത്തിലൊക്കെ ആയി ഇങ്ങനെ എല്ലാം പോയി കഴിഞ്ഞാൽ കൂട്ടുകൂടിയൊക്കെ പോകുന്ന സമയത്ത് മറ്റു പല വഴികളിലേക്കും ഒക്കെ തിരിഞ്ഞു പോയ സംഭവങ്ങളിലൊക്കെ ഓർക്കുമ്പോൾ അയ്യോ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ഈ ദൈവത്തിന്റെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മോട് കൂടെ ഇരുന്ന് നാം നടക്കുന്നതും ഇരിക്കുന്നതും നാം സംസാരിക്കുന്നതും നമ്മൾ ചെയ്യുന്നതും എല്ലാം കാണുകയോ അറിയുകയും ചെയ്യുന്ന ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് എങ്ങനെ ഈ ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കാനായിട്ട് കഴിയും? ഈ ദൈവം എന്നെ അറിയുന്നില്ലേ? എന്റെ എല്ലാ അവസ്ഥകളും അറിയുന്നില്ലേ? ഇപ്പൊ എന്നെ കൊണ്ട് പറ്റിയ പരിപാടിയല്ല ഇത്. എനിക്കിതിനകത്ത് അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ഒരു കാര്യം പറയാം, നായ്ക്കാമ്പറമ്പിൽ എന്ന് പറയുന്ന ആ ദേവദാസൻ അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഒരു അഭിഷേകത്തിന്റെ വ്യാപാരം പോലെ അത് വ്യാപരിച്ചു എന്നുള്ളത് വളരെ, കാരണം ഓരോ സമയത്ത് ദൈവം ഓരോരുത്തരെയാണല്ലോ. അന്ന് കത്തോലിക്ക സഭയിൽ ഒരു ഉണർവ് ഉണ്ടാകുവാൻ, അനേകരും പുറത്തു വരുവാൻ, അനേകരും സത്യം അറിഞ്ഞ് പുറത്തേക്ക് വരുവാൻ ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പൊ ഞാൻ പറഞ്ഞത്, അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ ആഴത്തിലേക്കാണ് അത് കടന്നത്. ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കാണുന്ന, കേൾക്കുന്ന, അറിയുന്ന ഒരു ദൈവമുണ്ട്. നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം ഉണ്ടെന്നുള്ള ഒരു അറിവുണ്ടായപ്പോ എന്റെ ഹൃദയത്തിൽ സത്യം പറഞ്ഞാൽ ഭയവാ ഉണ്ടായി. പത്രോസ് പറഞ്ഞതുപോലെ എന്നെ വിട്ടുപോകണേ എന്ന് കർത്താവിനോട് പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞത് എന്നെ കണ്ട് പറ്റുന്ന കാര്യമല്ല ഇത്. അങ്ങനെയെങ്കിൽ ഞാൻ വിട്ടുപോകുകയാണെന്നുള്ള ഒരു ചിന്തയിലേക്ക് നിൽക്കുമ്പോഴാണ് ഈ പ്രസംഗമെല്ലാം കഴിഞ്ഞ് അന്ന് വൈകുന്നേരത്തോടൊക്കെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നായ്ക്കാമ്പറമ്പിൽ അച്ഛൻ പറഞ്ഞു, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ കഴിഞ്ഞ 4 ദിവസങ്ങളിലും ശക്തമായിട്ട് അവിടെ ആരാധനയും പ്രാർത്ഥനയും ഡാൻസും ഒക്കെ നടക്കുമ്പോൾ ഒരു കുലുക്കവും ഇല്ലാതെ കൈയും കെട്ടി പുറകിൽ നോക്കി നിന്നിരുന്നയാളാണ് ഞാൻ. അന്ന് എണീറ്റ് നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എല്ലാവരും കണ്ണടക്കി പ്രാർത്ഥിക്ക്, എല്ലാവരും പ്രാർത്ഥിക്ക്, ദൈവം ഇന്ന് ഇവിടെ ചിലത് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ആകെ ഒരു കൺഫ്യൂഷനിലായി.
പക്ഷെ ഈ രാവിലത്തെ മെസ്സേജ് എന്റെ ഹൃദയത്തെ സ്പർശിച്ചത് കണ്ട്, ജീവനുള്ള ഒരു ദൈവം ഒന്ന് സ്പർശിച്ചത് കണ്ട്, അപ്പൊ അങ്ങനെ ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഈ ഗ്രൗണ്ടിലും ആ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ട്, നമ്മെ കാണുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുക, എന്തായാലും ഒന്ന് പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു കാഴ്ച കാണുകയാണ്. ഈ തോളിന് മുകളിലേക്കായിട്ട് യേശുവിന്റെ ക്രൂശിത രൂപം ഞാൻ കാണുകയാണ്. താഴേക്കൊന്നും കാണുന്നില്ല. ഈ തോളിന് മുകളിലേക്കുള്ള യേശുവിന്റെ മുഖവും എല്ലാം കാണുകയാ. ക്രൂശിൽ നിറയെ ചോരയിൽ കുളിച്ചിട്ട് താൻ പിടയ്ക്കുന്ന ഒരു അനുഭവം ഇങ്ങനെ കാണുകയാ. പെട്ടെന്ന് ഞാൻ ഇതായിപ്പോ എന്ത് സംഭവിച്ചതാണ്, എന്താണിത്? പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് പണ്ട് ജേക്കബ് സാർ എന്നെ പഠിപ്പിച്ച കാര്യമാണ്. ഇത് മാനസികമായ എന്തോ ഒരിതാണ്. കാരണം വിശ്വാസികൾ എന്ന് പറയുന്ന ദൈവമക്കൾ അല്ലെങ്കിൽ ദൈവം ഇതെന്നെല്ലാം പറയുന്നത് മാനസികമായ ചില വിഭ്രാന്തികളാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്നത് കൊണ്ട് അത് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ അത് ഓടിയെത്തി. ഞാൻ വിചാരിച്ചു ഇതെനിക്ക് ഉണ്ടായിരിക്കുന്ന ഒരു മാനസികമായ വിഭ്രാന്തിയാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തോന്നല് മാത്രമാ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, അത് തള്ളിക്കളഞ്ഞിട്ട് വീണ്ടും കണ്ണടച്ചിട്ട് നിൽക്കുമ്പോ കാണുന്നത് അങ്ങ് മുന്നിൽ നിന്ന്, ആ ധ്യാനം നടക്കുന്ന ഇതിന്റെ മുന്നിൽ നിന്ന് യേശു ഒരാടിനെ ഇങ്ങനെ തോളിലിട്ടുകൊണ്ട് നടന്ന് കയ്യിലൊരു വടിയൊക്കെ ഉണ്ട്. ഈ ആടിനെ ഉള്ള നമ്മൾ പടത്തിൽ കാണുന്ന അതുപോലെയുള്ള ഒരു വടിയൊക്കെ ഉണ്ട്. പിടിച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് തന്നെ എന്നെ നോക്കിക്കൊണ്ട് നടന്നു വരുന്നതായിട്ട് ഞാൻ കാണുകയാണ്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ഒരു വല്ലാത്ത അനുഭവത്തിലായി. പക്ഷെ ഞാൻ അന്നേരവും വിചാരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു ശരിയാണ്. ഈ ആത്മീയരുടെ ഇടയിൽ പോയാൽ ഇങ്ങനെയുള്ള വിഭ്രാന്തികളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, ഉണ്ടായേക്കാം. അങ്ങനെയുള്ള തോന്നലായിരിക്കാം, മാനസികമായ തോന്നലായിരിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞിട്ട്, എല്ലാ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞു എല്ലാവർക്കും ഇരിക്കാന്ന് പറഞ്ഞു. ഞാനും ഇരുന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇന്ന് ഇവിടെ ചില ദർശനങ്ങൾ കണ്ട ആളുകളുണ്ട്. ഈ ആരാധനയുടെ ഈ പ്രാർത്ഥനയുടെ നടുവിൽ ദർശനങ്ങൾ കണ്ട ആളുകളുണ്ട്, അവർക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഞാൻ കണ്ടത് ദർശനമല്ല, എനിക്കൊരു വിഭ്രാന്തിയിൽ ഞാനെന്തോ, കാരണം രാവിലെ മുതൽ പ്രസംഗം കേൾക്കുമ്പോൾ എന്റെ മനസ്സാടിയിട്ടുണ്ട്. രാവിലെ മുതൽ ജീവനുള്ള ദൈവം ഉണ്ടെന്നും നമ്മെ കാണുന്നുണ്ടെന്നും നമ്മുടെ ജീവിതം എല്ലാം അറിയുന്നുണ്ടെന്നും എല്ലാം നമ്മുടെ വാക്കുകൾ പോലും ദൈവം അറിയുന്നുണ്ടെന്നുള്ള ആ ഒരു കേൾവി എന്റെ മനസ്സിനെന്തോ ഒരു ചെറിയ ഇളക്കം തട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അനങ്ങാതെ എവിടെ ഇരുന്നു. അടുത്തത് അദ്ദേഹം പറയാണ്, യേശു ക്രൂശിൽ പിടയ്ക്കുന്നത് കണ്ട ചില ആളുകള് ഇവിടെ ഇരിപ്പുണ്ട്, അങ്ങനെയുള്ളവർക്ക് എഴുന്നേൽക്കാന്ന് പറഞ്ഞു. ഞാൻ പിടിവിട്ടു, അയ്യോ ഞാൻ കണ്ടതാണല്ലോ അങ്ങനെ. ഞാൻ കണ്ടത് വേറെയാണല്ലോ, ശരിക്കും വേറെ ആയിരിക്കും അദ്ദേഹം പറയുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്നു. കുറെ പേര് എഴുന്നേറ്റു. തൊട്ട് പുറകെ പറയുകയാണ്, യേശു ഒരാടിനെ തോളിലിട്ടുകൊണ്ട് തങ്ങളുടെ അടുക്കലേക്ക് നടന്നു വരുന്നതായിട്ട് കണ്ട ചിലർ ഇവിടെ ഇരിപ്പുണ്ട്, അവർക്ക് എഴുന്നേൽക്കാം. എന്റെ സകല പിടിയും വിട്ടു. ഞാൻ ചാടി എഴുന്നേറ്റു എന്ന് പറയാം. ചാടി എഴുന്നേറ്റു. കാരണം ഞാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. എന്റെ കൂടി ഇരിക്കുന്നവരോടാകട്ടെ, അവിടെ നിൽക്കുന്നവരോടാകട്ടെ, ആരോടും ഞാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കണ്ടതും അനുഭവിച്ചതും എല്ലാം അതുപോലെ വിളിച്ചു പറയുന്നു. ഞാൻ എഴുന്നേറ്റ് നിന്നു. എല്ലാവരും എന്റെ ചുറ്റിലും നിൽക്കുന്നവർ എന്നെ നോക്കാൻ തുടങ്ങി. കാരണം 4 ദിവസമായിട്ട്, അല്ലെങ്കിൽ ഇന്ന് ഉച്ചവരെയും ഞാൻ അനങ്ങിയിട്ടില്ല. ഏത് പാട്ട് വന്നാലും കയ്യും കെട്ടി നിൽക്കും, എന്ത് വന്നാലും ഞാൻ ഇങ്ങനെ കാഴ്ചക്കാരനായിട്ട് നിൽക്കും. അവരെല്ലാം തുള്ളുകയും പാടുകയും ഡാൻസ് കളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മിണ്ടാതെ നിൽക്കുന്ന ഞാൻ ചാടി എണീറ്റ് നിൽക്കുന്ന കണ്ടപ്പോ അവരെല്ലാവരും എന്നെ നോക്കാൻ തുടങ്ങി. എനിക്കൊരു ലജ്ജയൊക്കെ തോന്നി, പക്ഷേ ഞാൻ അവിടെ നിന്നു. എന്തിനു പറയുന്നു, അന്നൊരു വ്യത്യാസം എന്റെ ജീവിതത്തിലുണ്ടായി. ഇങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ഈ ദൈവത്തെ ഒന്ന് അറിയണം, എനിക്കൊന്ന് അനുഭവിക്കണം. അപ്പോഴൊരു ഡൗട്ട് പിന്നെയും ഹൃദയത്തിൽ കിടക്കുകയാണ്, അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് എങ്ങനെയാ കഴിയുന്നേ? എനിക്ക് ദൈവത്തെ പിൻപറ്റാനൊന്നും പറ്റൂല. എന്റെ ജീവിതത്തിൽ എനിക്കൊരു നിയന്ത്രണമുള്ള ആളല്ല. അപ്പൊ എനിക്ക് എങ്ങനെ ജീവിക്കാനേ കഴിയില്ല. ഈ ഒരു ചിന്ത എന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഇത് എല്ലാം ഇരുന്ന് കഴിഞ്ഞപ്പം അച്ഛൻ അടുത്ത വിഷയത്തിലേക്ക് കടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവം ഉപയോഗിച്ച ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം എന്ന് പറഞ്ഞത്. അദ്ദേഹം അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നത്, ഇവിടെ ഇരിക്കുന്ന പലർക്കും ഒരു ചിന്തയുണ്ട്, തങ്ങളെ കൊണ്ട് കഴിയത്തില്ല, എന്നാൽ അറിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, സെന്റ് അഗസ്റ്റിന്റെ ചരിത്രം അങ്ങോട്ട് പറയുകയാണ്.
സെന്റ് അഗസ്റ്റിന്റെ ചരിത്രം പറഞ്ഞിട്ട് പറയുക, എല്ലാ നിലയിലും തകർന്ന ജീവിതം ഉണ്ടായിരുന്ന, തരിപ്പണമായ ജീവിതം ഉണ്ടായിരുന്ന സെന്റ് അഗസ്റ്റിൻ ദൈവത്തെ അറിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തുടർന്ന് ഒരു വ്യത്യസ്തനായ മനുഷ്യനായി അദ്ദേഹം ഒരു ദൈവ പൈതലായിട്ട് ജീവിച്ചു. ഇന്ന് അദ്ദേഹം കത്തോലിക്കരായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇന്ന് അദ്ദേഹം ഒരു വിശുദ്ധനാണ്. ഇന്ന് അദ്ദേഹം ഒരു വിശുദ്ധനാ. അങ്ങനെയെങ്കിൽ ഏത് മനുഷ്യരെയും മാറ്റുവാനും, ഏത് മനുഷ്യർക്കും മാറ്റം വരാനും, ഏത് മനുഷ്യനെയും വിശുദ്ധനാക്കി മാറ്റാനും ഈ ദൈവത്തിന് കഴിയും. പക്ഷെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മെ മാറ്റാൻ കഴിയും. നമ്മുടെ സ്വഭാവം മാറ്റാൻ കഴിയും. എന്റെ പാരമ്പര്യമാണ്, അല്ലെങ്കിൽ എന്റെ കുടുംബത്തിന്റെ ഇതാണെന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നും ദൈവത്തിന് നമ്മെ മാറ്റാൻ കഴിയും. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ പുതുക്കാൻ കഴിയും. ഒരു ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധനാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള പ്രസംഗം വീണ്ടും കേട്ടു. അതെന്റെ ജീവിതത്തിൽ വളരെ ഇതായി. ഞാൻ തീരുമാനിച്ചു, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ വേണം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ എനിക്ക് ആ ദൈവത്തെ വേണം. ഇന്നു മുതൽ ഞാൻ എൻ്റെ ജീവിതം മാറ്റാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. ഞാൻ പിറ്റേന്ന് തന്നെ അവിടെ കൗൺസിലിങ്ങിനൊക്കെയുള്ള സൗകര്യമുണ്ട്. ഞാൻ അന്നേരം ആ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ രാധൻ ശാസ്താംകോട്ടയോട് ചേർന്നിട്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടിയിട്ടുള്ള ഈ എന്താ പറയുന്നത് കുടുംബാസൂത്രണ മാർഗങ്ങളെ കുറിച്ചും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള നാടകത്തിന്റെ പരസ്യ നാടകങ്ങൾ, തെരുവുകളിൽ കളിക്കുന്ന തെരുവ് നാടകത്തിന് പോയിക്കൊണ്ടിരിക്കുക. കാരണം നല്ല സാമ്പത്തികമുള്ള കാര്യമാണ്. ഒരു ദിവസം നമുക്ക് കുറഞ്ഞതൊരു എന്താ പറയുന്നത് 10-12 തെരുവിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. കാരണം ആൾ എത്രയുണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് കഴിയും. ആള് നന്നായിട്ട് ശ്രദ്ധിക്കണമെങ്കിൽ നല്ല സമയം എടുത്ത് കളിക്കാം. ആള് കുറവേ ഉള്ളെങ്കിൽ ചെറിയ സമയത്ത് കളിച്ച് നിർത്താം. പക്ഷെ എത്ര കളിച്ചാലും ഒരു ഇടത്ത് കളിക്കുമ്പോൾ നമുക്ക് 50 രൂപ വെച്ച് അന്ന് കിട്ടും. അന്ന് നമുക്ക് 50 രൂപ വെച്ചിട്ട് അന്ന് കിട്ടും. അപ്പോ ആ സമയത്ത് 90കളിലെ സമയമാണ്. 90ന്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത് 90, 91 ആ സമയമാണ്. ആ സമയത്ത് 50 രൂപ വെച്ചിട്ട് നമുക്ക് 10 സ്റ്റേജിൽ 12 അടുത്തൊക്കെ കളിക്കാനായിട്ട് അന്ന് കഴിയുന്നുണ്ട്. അപ്പൊ നല്ല വരുമാനമുള്ള സമയമാണ്. പക്ഷെ ഇത് കേട്ട് പഠിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഞാൻ ഇനി അതിൽ പോകുന്നത് ശരിയാണോ? ഞാൻ ഈ പറഞ്ഞ തലേന്ന് ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ച ആ അച്ചായന്റെ അടുത്ത് തന്നെ ചെന്നു. എനിക്കൊരു കൗൺസിലിംഗ് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തോട് കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ കുടുംബാസൂത്രണത്തെ കുറിച്ചുള്ള അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പലതിന്റെയും പരസ്യമാണ് ഞാൻ നാടകത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് നാടകത്തിന് പോകാവോ? ഞാനിത് ചെയ്യുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, മോന്റെ ആഗ്രഹം എന്താ? ഞാൻ പറഞ്ഞു എനിക്ക് കാരണം സാമ്പത്തികമായ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് എനിക്ക് പോകാൻ ആഗ്രഹം. അദ്ദേഹം പറഞ്ഞു, മോൻ ആദ്യം ഒരു കാര്യം ചെയ്യണം. പോയി വീട്ടിൽ പോയിട്ട് അമ്മയെയും സഹോദരിമാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് ഈ നാടകം കളിക്കാൻ പറ്റുമോ എന്ന് നോക്കുക. അമ്മയും സഹോദരിമാരെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് കളിക്കാൻ കഴിയുന്ന ഒരു നാടകമാണെങ്കിൽ തെരുവിലും പോയി കളിക്കാൻ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ കളിക്കരുത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ അങ്ങനെ വൾഗറായ ഒരു നാടകമല്ല, പക്ഷെ ഈ പഠിപ്പിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ അന്ന് തീരുമാനിച്ചു, വേണ്ട, ഇനി ആ പരിപാടി വേണ്ട, ഞാൻ നിർത്തി. പക്ഷേ എന്റെ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ എന്നെ ഒത്തിരി കളിയാക്കി. നിനക്കെന്തോ ഭ്രാന്ത് പിടിച്ചതാ, ഇല്ലെങ്കിൽ ഇത്രയും വരുമാനമുള്ള, കാരണം ആളുകൾ നോക്കി നടക്കുകയാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി, നിനക്ക് കിട്ടിയിട്ട് നീ ഇത് കളഞ്ഞേച്ച് പോന്നിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ പോട്ടെ, ഞാൻ ആ ഭാഗം വിടുവാനായിട്ട് ആഗ്രഹിക്കുക. ഞാൻ പറഞ്ഞത് നാടകത്തിന്റെ അത് വിട്ടു, ദൈവസന്നിധിയിലേക്ക് തന്നെ കേന്ദ്രീകരിക്കുവാനിടയായി. ധ്യാനം തീർന്നു. എന്തിന് 6ാമത്തെ ദിവസത്തിലേക്ക് വന്നു. 6ാം ദിവസത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇന്ന് അഭിഷേകത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, എല്ലാവരും ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, ഇന്ന് അഭിഷേകം പ്രാപിക്കും. പലരും അന്യഭാഷയിൽ ആരാധിക്കാൻ തുടങ്ങി. അപ്പൊ എനിക്ക് ഈ അന്യഭാഷ വളരെ പ്രയാസമായിരുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ശാസ്താംകോട്ടയിലെ ധ്യാനത്തിൽ കൂടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഓരോരുത്തർ ലാലാലാലെന്നോ അതും ഇതൊക്കെ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു അരോചകമായിട്ടുണ്ടായിരുന്നത് കൊണ്ട് ഒരു കാരണവശാലും ഞാൻ ഇത് ആഗ്രഹിച്ചിരുന്നില്ല. എങ്കിലും തലേന്നത്തെ ആ ഒരു അനുഭവത്തിൽ ഞാനും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിച്ചു. പക്ഷെ ആ പ്രാർത്ഥനയുടെ നടുവില് ഞാൻ അറിയാതെ തന്നെ എന്റെ ശബ്ദം മാറി. ഞാൻ മറ്റെന്തൊക്കെയോ പറയാനായിട്ട് തുടങ്ങി. ഞാൻ തുള്ളിച്ചാടുകയും ദൈവത്തെ ആരാധിക്കുകയൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എനിക്കും ഈ പറയുന്ന അന്യഭാഷയുടെ അനുഭവത്തിലേക്ക് ഞാൻ വന്നിരിക്കുകയാണെന്നുള്ളതിനെ കുറിച്ച് എനിക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നത്. അതെന്റെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസമായി. അന്ന് വൈകുന്നേരം
ധ്യാനം തീരുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ ഒരു പ്രത്യേക ആത്മീയ അനുഭവത്തിലേക്ക് മാറാനായിട്ടിടയായി. ഒരു സന്തോഷത്തിന്റെ അനുഭവം. പക്ഷെ അപ്പോഴും എൻ്റെ ഉള്ളിന്റെ ഉള്ളിൽ ദൈവത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഉണ്ടെന്ന് വെച്ചോ. സംശയങ്ങളും ഉണ്ട്. കാരണം എനിക്ക് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം കിടക്കുന്നുണ്ട്. അപ്പോ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛൻ വിളിച്ചു പറഞ്ഞു, ദേണ്ടെ ശാസ്താംകോട്ട സൈഡിലേക്ക് പോകാനുള്ളവർക്ക് എല്ലാവർക്കും പോകാം, അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വന്ന് കിടപ്പുണ്ട്, നമ്മൾ അറിയിച്ചത് കൊണ്ട് അല്പം വെയിറ്റ് ചെയ്യുന്നുണ്ട്, പോകേണ്ടവർക്കെല്ലാം പോകാം എന്ന് വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ നോക്കിയപ്പോ അവിടെ ഭയങ്കര ആരാധന നടക്കുകയാണ്. എല്ലാവരും തുള്ളിച്ചാടി ആരാധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് പോകാൻ മനസ്സില്ല. രണ്ടാമത്തെ ഒരു കാര്യം, അന്ന് അവിടെ പ്രസംഗിച്ചതെല്ലാം പ്രധാനമായിട്ട് ഈ ജീവനുള്ള ദൈവത്തെക്കുറിച്ച് പ്രസംഗിച്ച ആദ്യ ദിവസം. രണ്ടാം ദിവസം പ്രസംഗിച്ചപ്പോ നമ്മെ വഴി നടത്തുന്ന ദൈവത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത്. അവിടെ തെസ്സലോനിക്ക ലേഖനത്തിന്റെ 5 തെസ്സലോനിക്കർ 5:24 എന്ന് പറയുന്നത് ദൈവം വിശ്വസ്തനാണ്. ദൈവം വിശ്വസ്തനാണ്. എന്നിട്ട് യെശയ്യാ പ്രവചനം 58:11 എന്ന് പറയുന്നു, അവൻ അന്ത്യത്തോളം വഴി നടത്താനായിട്ട് മതിയായവനാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ നമ്മെ വഴി നടത്താൻ മതിയായ ഒരു ദൈവമാണ് ഈ യേശു എന്ന് പറഞ്ഞു കേട്ടപ്പോ എനിക്കൊരിത്, എടാ അങ്ങനെയെങ്കിൽ, കാരണം അന്ന് വചനം ശരിക്കും അറിയില്ലല്ലോ. ഈ കേൾക്കുന്ന ഒരു സംഭവം മാത്രമേ അറിയൂ. വചനം അറിയില്ല, ദൈവത്തെ പരീക്ഷിക്കാൻ പാടില്ല എന്നറിയില്ല, ഒന്നും അറിയില്ല. ദൈവത്തെക്കുറിച്ച് കേട്ടറിഞ്ഞുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ തീരുമാനിച്ചില്ല, ഞാൻ ആ ട്രെയിനിൽ പോകില്ല. ഞാൻ ഇതിവിടെ കഴിയുന്നത് വരെയും ഞാൻ ഇവിടെ നിൽക്കും. ഇത് കഴിയുമ്പോൾ, കാരണം ഇവിടെ പറയുന്നത് കേട്ടു അന്ത്യത്തോളം വഴി നടത്താൻ. അപ്പൊ അത് വഴി നടത്തുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊന്നും അന്നറിയില്ലല്ലോ. വഴി നടത്താൻ കഴിയുന്ന ഒരു ദൈവമാണ് ഈ യേശു എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ദൈവം എന്നെ വഴി നടത്തണം, എന്നെ വീട്ടിലെത്തിക്കണം, ഞാൻ ഇറങ്ങി നടക്കും. ഞാൻ അങ്ങനെ ഈ മീറ്റിംഗ് എല്ലാം കഴിയുന്നവരെ എന്റെ കൂട്ടുകാർ മുഴുവൻ പോയി. എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിച്ചു, നീ വരുന്നില്ല? ഞാൻ പറഞ്ഞില്ല, നിങ്ങളെല്ലാം പൊക്കോ. എല്ലാരെയും പറഞ്ഞു വിട്ടു. ഞാൻ അവിടെ നിന്നു. ധ്യാനം എല്ലാം കഴിഞ്ഞു. എല്ലാരും പിരിഞ്ഞു പോകുന്ന സമയത്ത് ഞാൻ ഇറങ്ങി വരുമ്പോ എനിക്കറിയില്ല എങ്ങനെ വീട്ടിൽ പോകണം, എങ്ങോട്ടാ പോകേണ്ടതെന്നൊന്നും അറിയില്ല. ഞാൻ ഒറ്റയ്ക്ക് നടന്നു ബാഗുമായിട്ട് വരുമ്പോഴത്തേക്കുണ്ട് അവിടെ ഗേറ്റിന്റെ അടുത്ത് വേറൊരു പയ്യൻ നിൽക്കുന്നു. ഞാൻ ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നേ? പറഞ്ഞു, ഞാൻ ഭരണിക്കാവുകാരനാണ്, എനിക്ക് ഭരണിക്കാവിലേക്ക് പോകണം, അതിനു വേണ്ടിയിട്ട് ആരെങ്കിലും കൂട്ട് കിട്ടുമോ എന്ന് അറിയാനായിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങളുടെ നാടിന് ശാസ്താംകോട്ടയ്ക്ക് അടുത്താണ് ഭരണിക്കാവ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ശാസ്താംകോട്ടക്കാരനാ, എനിക്ക് ശാസ്താംകോട്ടയ്ക്കാ പോകണ്ടേ. ആണോ, എങ്കിൽ പിന്നെ ഞാനിവിടെ വരാം. ഞാൻ പറഞ്ഞു, പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഞാൻ ഇങ്ങനെ ഇവിടെ പ്രസംഗം കേട്ടു വഴി നടത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ച്. അങ്ങനെ വഴി നടത്തുന്ന ഒരു ദൈവം ഉണ്ടോ എന്ന് എനിക്ക് ഇന്ന് അറിയണം. ഞാൻ ഇവിടുന്ന് ഇറങ്ങി നടക്കും. എന്നെ ദൈവം എന്ത് ചെയ്യണം? ബസ് സ്റ്റാൻഡിൽ എത്തിക്കണം. ഞാൻ ഒരു മനുഷ്യനോടും ചോദിക്കത്തില്ല എന്നാ തീരുമാനം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത് കൊള്ളാം, നല്ലതാ, ഞാനും വരാൻ കൂടെ. ഞാനും കേട്ടായിരുന്നത്. ഓക്കെ, രണ്ടുപേരും കൂടി നടന്ന് രാത്രി ഒരു സന്ധ്യ ആകുമ്പോഴത്തേക്ക് എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, നേരെ കിട്ടാൻ പോവാണ്, നമുക്ക് ബസ് ഇതുവരെ കിട്ടിയില്ല, എവിടെയാണെന്നറിയില്ല, നമുക്ക് ആരോടെങ്കിലും ചോദിക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഞാൻ ചോദിക്കില്ല, ഞാൻ ആരോടും ചോദിക്കില്ല. വഴി നടത്തുന്ന ഒരു ദൈവമുണ്ട്, ജീവനുള്ള ഒരു ദൈവമുണ്ട്, കൂടെ നടക്കുന്ന ദൈവം ഉണ്ടെന്നൊക്കെ ഇവിടെ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ കൂടെ നടക്കുന്ന ദൈവവും വഴി നടത്തുന്ന ദൈവം ഉണ്ടെങ്കിൽ എന്നെ വഴി കാണിക്കണം, എന്നെ എവിടെ എത്തിക്കണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാൻ പോവാ, ഞാൻ ആ പോലീസുകാരനോട് ചോദിക്കാൻ പോവാ ബസ് സ്റ്റാൻഡ് എവിടെയാണ്. ഞാൻ പറഞ്ഞു, നീ വേണേ ചോദിച്ചോ. അപ്പൊ അദ്ദേഹം ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് ഒരു പോലീസുകാരൻ നിൽപ്പുണ്ട്. പോലീസുകാരൻ്റെ അടുത്ത് ചോദിച്ചു, ഈ ബസ് സ്റ്റാൻഡ് എവിടെയാണെന്ന് പറയാമോ? അദ്ദേഹം ഒരു മതിലിന് പുറത്താണ് നിൽക്കുന്നത്, റോഡ് സൈഡിൽ. അദ്ദേഹം കൈ ഉയർത്തി മതിലിനപ്പുറത്തേക്ക് കാണിച്ചിട്ട് ചോദിച്ചത്, KSRTC സ്റ്റാൻഡല്ലേ? ദേ സ്റ്റാൻഡ് ഉണ്ട്, നിങ്ങൾക്ക് എവിടത്തേക്കാ പോകണ്ടേ? അപ്പൊ ശാസ്താംകോട്ടേക്ക്. അവിടെ നിന്ന് കണ്ട് ഇപ്പൊ പോകും ബസ്, നിങ്ങൾ പൊക്കോ എന്ന്. നോക്കിയപ്പോ ഞങ്ങൾ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്ന് ചെന്നോണ്ടിരിക്കുകയാണ്. ഈ മതിലിന്റെ അടുത്തൂടെ സൈഡിൽ കൂടെ നടന്ന് ചെല്ലുന്ന ഗേറ്റിന്റെ അടുക്കലേക്കാണ്, KSRTCയുടെ ഗേറ്റിന്റെ അടുക്കലേക്ക്. ഞാൻ പറഞ്ഞത് ദൈവം കറക്റ്റായിട്ട് നടത്തി. അന്ന് വീട്ടിലെത്താൻ ഇടയായി. പിറ്റേന്ന് മുതൽ നമ്മൾ പ്രാർത്ഥന ആരംഭിച്ചു. പള്ളിയിലൊക്കെ ഞങ്ങൾ പോയ ചെറുപ്പക്കാരെല്ലാവരും കൂടെ കൂടിയിട്ട് പ്രാർത്ഥന ആരംഭിച്ചു. പള്ളിയിൽ ഏതാണ്ട് ഒരാഴ്ചയോളം പ്രാർത്ഥന നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരന്മാരുടെ പലരുടെയും വീട്ടുകാര് എന്നാൽ ഞങ്ങളുടെ വീടുകളിലൊന്ന് വന്ന് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അവരുടെ വീടുകളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. ആ വീടുകളിൽ പോയി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്കും മറ്റു വീട്ടുകാർ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രാർത്ഥന ഇങ്ങനെ ദൈവം അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും നടത്താൻ തുടങ്ങി. പ്രാർത്ഥന വളരെ വിശാലമായ നിലയിൽ വന്നു. 3 മാസം 4 മാസം ഒക്കെ നീട്ടി ബുക്കിംഗ് ആവുന്ന നിലയിലേക്ക് വന്നു. എല്ലാ ദിവസവും വൈകിട്ട് പ്രാർത്ഥനയാണ്. പക്ഷെ 3-4 മാസത്തേക്ക് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. പിന്നെ നമ്മൾ അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ദൈവവചനം വായിച്ചു വരുമ്പോഴത്തേക്ക് പ്രശ്നമായി. കാരണം നമ്മൾ കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന സഭയിലെ പല കാര്യങ്ങളെയും
അംഗീകരിക്കാൻ കഴിയാത്ത ഒരു നിലയിലേക്ക് വന്നു ദൈവവചനം വായിക്കുമ്പോൾ. അപ്പൊ അന്നുണ്ടായിരുന്ന ഒരു അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോ അന്നത്തെ അച്ഛൻ പറഞ്ഞു, മര്യാദയ്ക്ക് പ്രാർത്ഥിക്കാൻ ഞാൻ പള്ളി തുറന്നു തരുന്നുണ്ട്, ഇനി ഇങ്ങനെയുള്ള ചോദ്യവും പറച്ചിലും ഒക്കെയാണ് പരിപാടിയെങ്കിൽ അതും കൂടി ഞാനങ്ങ് നിർത്തും, പള്ളിയും കൂടെ ഞാൻ അടയ്ക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് പോയിട്ട് പ്രാർത്ഥിക്കുന്നെങ്കിൽ പ്രാർത്ഥിച്ചു പൊക്കോ, കൂടുതൽ ചോദ്യവും പരിപാടിയൊന്നും വേണ്ടാന്നുള്ളത്. അപ്പൊ ആകെ പ്രയാസമായി, ഇനി ആരോട് ചോദിക്കും? എന്നിട്ടും ബൈബിള് വായിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ പ്രയാസമായിരുന്നു. കാരണം ബൈബിളിൽ ഒരു വരി പോലും വിടാതെ, ഒരു അക്ഷരം പോലും വിടാതെ വായിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം. അപ്പൊ അത്ര ആഗ്രഹത്തോടെ വായിക്കുന്ന സങ്കീർത്തനം വായിക്കുമ്പോൾ അവിടെ അവിടെ സേല 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 എന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്താ ഈ സേല എന്നൊരു പിടിയുമില്ല. ഞാൻ ചെന്ന് അതേ അച്ഛൻ്റെ അടുത്ത് തന്നെ ചോദിച്ചു, അച്ഛാ ഈ ബൈബിള് വായിക്കുമ്പോൾ അവിടെ അവിടെ സേല സേല എന്ന് കാണുന്നു, എന്താ ഈ സേല എന്ന് പറഞ്ഞ്? അപ്പൊ അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചു, സേലായോ ബൈബിളിലോ? ഞാൻ പറഞ്ഞ അതേ ബൈബിളില്. നീ ബൈബിളൊന്നും ആയിരിക്കത്തില്ല വായിച്ചേ. ഞാൻ പറഞ്ഞ അച്ഛാ ഞാൻ ബൈബിള് തന്നെയാ വായിച്ചേ. അത് എവിടെയാ നീ വായിച്ചേ? അപ്പൊ ഇത് സങ്കീർത്തനത്തിലാണ് അല്ലെങ്കിൽ ഹബക്കൂക്കിലാണെന്നുള്ളതൊന്നും ഓർമ്മയില്ല അന്ന്. അപ്പൊ അന്ന് ഞാൻ പറഞ്ഞ അല്ല, ഞാൻ ബൈബിള് വായിച്ചപ്പോ കണ്ടതാ അച്ഛാ, സേലാന്നുണ്ട്, അത് ഒരിടത്തല്ല ഒത്തിരി ഇടത്തുണ്ട്. നീ ബൈബിൾ അല്ല വായിച്ചത്, സേല എന്നൊരു വാക്കില്ല, ഇനി ഉണ്ടാകാം സൊലേന്നുണ്ട്, സൊലേ എന്നൊരു വാക്കുണ്ട്, അത് ബൈബിളിലല്ല വരുന്നത്, പത്രത്തിനകത്തും മാസികയ്ക്കകത്തും ഒക്കെ സ്വന്തം ലേഖകൻ എന്നുള്ളതിന് പകരം ചുരുക്കെഴുത്തായിട്ട് സൊലേന്ന് എഴുതാറുണ്ട്, സേലാന്ന് എഴുതത്തില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ അച്ഛന്റെ സ്ഥിതി അതായിരുന്നു. അപ്പൊ ആ ഒരു സ്ഥിതിയിലിരിക്കുമ്പോൾ നമുക്ക് വളരെ പ്രയാസമായി. നമുക്ക് ഈ ദൈവവചനം പഠിക്കണമെന്നും കാര്യങ്ങൾ അറിയണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ദൈവം സ്നേഹിച്ചിരുന്നു എന്നുള്ളതിന്റെ തെളിവ്, സ്തോത്രം. കാരണം ദൈവം തന്നെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ താൻ തെരഞ്ഞെടുത്തവർക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ അച്ഛനെ പെട്ടെന്ന് സ്ഥലം മാറ്റി. അച്ഛനെ സ്ഥലം മാറ്റിയിട്ട് പുതിയൊരു അച്ഛൻ വന്നു. പുതിയൊരു അച്ഛൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹത്തിന് ബൈബിളുമായിട്ട് നല്ല ബന്ധം, ബൈബിളിലെ കാര്യങ്ങളെല്ലാം നല്ല പരിചയം. നമ്മൾ ചെന്ന് ചോദിക്കുന്നതിനെല്ലാം മണിയായിട്ട് നമുക്ക് ഉത്തരം തരും. മാത്രമല്ല നമ്മളുമായിട്ട് ഭയങ്കര സ്നേഹമായി എന്ന് മാത്രമല്ല, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് അദ്ദേഹം ഭയങ്കര സ്ട്രിക്റ്റുമാണ്. വൈകുന്നേരം 6:30 കഴിഞ്ഞാൽ ഒരൊറ്റ മനുഷ്യര് പള്ളിയുടെ പരിസരത്ത് ഉണ്ടാകാൻ പാടില്ല. പുള്ളി ചൂരലുമായിട്ടുണ്ട്. എല്ലാവരും വീടുകളിൽ പോയിക്കൊള്ളണം, പ്രാർത്ഥിച്ചോളണം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഓർഡർ. അതുകൊണ്ട് പള്ളിമുറ്റത്ത് കയറാൻ സമ്മതിക്കില്ല. പക്ഷെ ഞങ്ങളോട് മാത്രം, ഞങ്ങളൊരു 10-15 ചെറുപ്പക്കാരോട് മാത്രം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു 7 മണിയാകുമ്പോൾ ഇന്ന് പോരണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. അപ്പൊ നമ്മൾ വൈകുന്നേരം ചെല്ലും, ഞങ്ങൾ ആത്മീയമായ കാര്യങ്ങളൊക്കെയാ പലരും ചോദിക്കുന്നത്, അദ്ദേഹം തുറന്നു പറയും. അപ്പൊ വിഗ്രഹാരാധനയെ കുറിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, വിഗ്രഹാരാധന തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ദൈവവചനം അതാണ് പറയുന്നത്. അപ്പൊ അച്ഛാ നമ്മൾ ഇനി വിഗ്രഹാരാധനയാന്ന് ആര് പറഞ്ഞു? അദ്ദേഹം തിരിച്ചതും പറയും. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ച കയറി ഇന്ന് പ്രസംഗിക്കും തന്നെ പറയും, കുറെ ആളുകൾ നടപ്പുണ്ട്, ബൈബിള് വിഗ്രഹാരാധന തെറ്റാന്ന് പറഞ്ഞൊന്നും പറഞ്ഞുകൊണ്ട്, അങ്ങനെയൊന്നും അല്ല, നമ്മൾ വിഗ്രഹാരാധന ഒന്നും നടത്തുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കും. നമ്മൾ വൈകുന്നേരം ചെല്ലുമ്പോ അച്ഛനല്ലേ ഇന്നലെ പറഞ്ഞത് വിഗ്രഹാരാധന ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു, പിന്നെ ഇന്ന് പള്ളിയിൽ പ്രസംഗിച്ചെന്താ? എനിക്കറിയാം, ഞാൻ നിങ്ങളോടല്ലേ പറഞ്ഞത്, നിങ്ങൾ നാട്ടിലെല്ലാം പറഞ്ഞ എന്റെ കോട്ടിന് പ്രശ്നമാകും, അതുകൊണ്ട് അത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നമ്മുടെ അടുത്ത് എന്ത് പറയുന്നു അതിന് വിരുദ്ധമായിട്ടാണ് പള്ളിയിൽ പ്രസംഗിക്കുക. ഇങ്ങനെ താൻ തന്ത്രശാലിയുമാണ്, ഒത്തിരി തന്ത്രം. ഇപ്പൊ നമുക്ക് അതെല്ലാം പറയാനുള്ള അവസരമില്ല. തന്ത്രപൂർവ്വം പറയേണ്ട കാര്യങ്ങളെല്ലാം താൻ പറയുകയും ചെയ്യും പള്ളിയിൽ. ഈ വിഗ്രഹാരാധനയെ കുറിച്ചും രൂപങ്ങളെ തൊട്ടുമുത്തുന്നതിനെ കുറിച്ചും എല്ലാം തനിക്ക് പറയേണ്ടതൊക്കെ. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ദൈവസന്നിധി ചെല്ലുമ്പോൾ ഞാൻ പറയേണ്ട എല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാന്ന് പറയും. അവസാനം നമുക്ക് ആത്മീയമായിട്ട് വളർച്ചയിലേക്ക് ഒരു അനുഭവത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് കുറെ കൂടി കാര്യമായിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഞാൻ ഒരു അച്ഛനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ആ അച്ഛനെ ധ്യാനത്തിന് വിളിച്ചാൽ ഒരു കുഴപ്പമുണ്ട്, പള്ളിയിൽ വെച്ച് ധ്യാനം നടത്താൻ അദ്ദേഹം സമ്മതിക്കില്ല, പരമാവധി ഒരു 50 പേര് പങ്കെടുക്കാനേ സമ്മതിക്കത്തുള്ളൂ. അതുകൊണ്ട് ആത്മീയമായിട്ട് താല്പര്യമുള്ള ഒരു 50 പേരെ കൂട്ടിയിട്ട് ഏതെങ്കിലും ഒരു വീട്ടിന്റെ ഹോളിൽ വെച്ചിട്ട് പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ അദ്ദേഹം വരും, ധ്യാനം നടത്തും. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ ഞാൻ വിളിച്ചു തരാം. വിളിച്ചു, അദ്ദേഹം ധ്യാനത്തിനായിട്ട് വന്നു. നമ്മുടെ ഒരു സാറിന്റെ വീട്ടിൽ വെച്ച്, ഞങ്ങൾക്ക് പിന്നീട് പാസ്റ്ററായി തീർന്ന സാറിന്റെ വീട്ടിൽ വെച്ചിട്ട് ധ്യാനം നടത്തി. അദ്ദേഹം വന്നിട്ട് എല്ലാം വെട്ടി തുറന്ന് താനെ ആദ്യം റോഹയൊന്നും ഇടാതെ പാന്റ് ഷർട്ട് ഇട്ടുകൊണ്ടാ വന്നിരുന്ന് ധ്യാനം നയിച്ചത്. അപ്പൊ താന് വിഗ്രഹാരാധനയും ഇതെല്ലാം കൊന്തയും മറിയാരാധനയും ഇതെല്ലാം തെറ്റാണെന്നെല്ലാം പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് നമുക്കാകെ സംശയമായി. ഞങ്ങള് നോക്കി ഉടനെ പറഞ്ഞു, നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ?
നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ അച്ഛനല്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ ഉച്ചയ്ക്ക് ലോഗൊക്കെ ഇട്ടുകൊണ്ട് വരാം, ലോഗ എന്റെ പെട്ടിക്കകത്ത് ഇരിപ്പുണ്ട്, അത് എപ്പോഴും ഞാൻ ഉപയോഗിക്കില്ലെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പോയിട്ട് ലോഗൊക്കെ എടുത്തിട്ടുണ്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വീണ്ടും പ്രശ്നമായപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, നമ്മുടെ അച്ഛന്റെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ലെന്നേ ഉള്ളൂ, ആ അച്ഛനെ വിളിക്കും, പുള്ളി വന്ന് നോക്കിയിട്ട് പറയും ഞാൻ തന്നെയാണോ ആളെന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്തായാലും അച്ഛനെ പോയി കണ്ടു, കാര്യം ഇങ്ങനെയൊക്കെയാന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ അങ്ങോട്ട് വരാത്തെ. പുള്ളി പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷെ പുള്ളിയുടെ മുമ്പിൽ എനിക്കിരിക്കാൻ പറ്റൂല. പുള്ളി വചനം സംസാരിക്കുമ്പോ എനിക്കിരിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കാത്തത്. കാരണം അദ്ദേഹം പാപത്തെക്കുറിച്ചും ഇതിനെക്കുറിച്ചെല്ലാം ശക്തമായിട്ട് പ്രസംഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അച്ഛൻ വന്നില്ല. ഞാൻ പറഞ്ഞു, അന്ന് ലാസ്റ്റ് തിരുമേശയൊക്കെ നടത്തി, അത് നമ്മൾ കുർബാന നടത്തുന്ന കാത്തിരിക്കുമ്പോ ഇന്ന് നമ്മൾ കർത്തൃമേശ നടത്തുന്നത് പോലെ ഒരു തിരുമേശ, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു വ്യത്യാസമായിരുന്നു. ലാസ്റ്റ് ദിവസം അദ്ദേഹം പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞു, നിങ്ങൾ പള്ളിയിൽ പോയി നിന്നിട്ട് കയ്യും കെട്ടി ഇന്ന് നാടകം കാണാനല്ല പോകേണ്ടത്, ദൈവത്തെ ആരാധിക്കാൻ പോകണം. ദൈവത്തെ ആരാധിക്കാൻ പോകുന്നുണ്ടെങ്കിൽ കൈകൊട്ടി പാടി ദൈവത്തെ ആരാധിക്കുന്ന എവിടെയെങ്കിലും പോയി ആരാധിക്കണം എന്ന്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അല്ല അച്ഛൻ അപ്പൊ ഇതെല്ലാം പറഞ്ഞേച്ച് ഇങ്ങനെ എങ്ങനെയാ? നീച്ചോ പറഞ്ഞു, ഞാൻ ഈ കോട്ടിനുള്ളിൽ ഇരിക്കുന്നത് കണ്ട്, ഞാൻ ഈ കോട്ടിനുള്ളിൽ ഇരിക്കുന്നുണ്ട്, എനിക്ക് അനേക അച്ഛന്മാരെയും കന്യാസിമാരെയും ഒക്കെ ധ്യാനിപ്പിക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ അച്ഛനും എന്റെ ധ്യാനത്തിന് വന്ന് പങ്കെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടത്തേക്ക് പറഞ്ഞു വിട്ടേന്നെ. എനിക്ക് ഒത്തിരി പേരെ വഴി പറഞ്ഞു കൊടുത്ത് വിടാനായിട്ട് പറ്റുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ കോട്ടിനകത്ത് ഇരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം നമ്മളെ വചനം പഠിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ വലിയ വ്യത്യാസമായി. അതോടെ നാട്ടിലെല്ലാം പ്രശ്നമായി. നാട്ടുകാരെല്ലാം പറയാൻ തുടങ്ങി, നമ്മൾ പെന്തക്കോസിലേക്ക് തിരിഞ്ഞിട്ടേ ഇല്ല, നമുക്ക് പെന്തക്കോസ് എന്നൊരു ചിന്തയില്ല, പക്ഷെ നാട്ടുകാരെല്ലാം നമ്മളെ പെന്തക്കോസുകാരെന്ന് വിളിക്കാൻ തുടങ്ങി. ഇനി പള്ളിയിലെ ഇതായി നമ്മൾ ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പതുക്കെ കൊണ്ട് നമുക്ക് ഒരു പൊന്നൻ ബ്രദർ എന്ന് പറഞ്ഞ ഒരു ബ്രദർ വന്ന്, ആലപ്പുഴക്കാരനായ ബ്രദർ വന്ന് നമ്മളെ വചനം പഠിപ്പിക്കാൻ തുടങ്ങി. ചുരുക്കി പറഞ്ഞാല് ലാസ്റ്റ്, ഞാൻ അതിന്റെ അവസാനത്തിലേക്ക് ഒത്തിരി നീണ്ടു പോകുമല്ലോ, ലാസ്റ്റിലേക്ക് വരുമ്പോ പൊന്നൻ ബ്രദർ വന്ന് 3 ദിവസത്തെ ധ്യാനം നയിക്കുന്ന സമയത്ത്, ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ തലേ ദിവസങ്ങളിൽ വരെ, അതായത് വെള്ളി ശനി ഞായറാണ് ഈ ധ്യാനം നടക്കുന്നത്, ബുധനാഴ്ച, എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, ബുധനാഴ്ച വരെയും സ്നാനത്തിനെതിരെ വളരെ ശക്തമായ നിലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ കുഞ്ഞുനാളിൽ സ്നാനപ്പെട്ടതാണ്, ഇനി ഞങ്ങൾക്കൊരു സ്നാനം ആവശ്യമില്ല, അങ്ങനെ ഒരു സ്നാനം ഒരിക്കൽ മതി, അത് കുഞ്ഞുനാളിൽ സ്നാനപ്പെട്ടതാണെന്ന് ശക്തമായിട്ട് വാദിച്ചുകൊണ്ടിരുന്ന എന്നെയും എന്റെ കൂടെ ഉണ്ടായിരുന്ന പലരെയും ആ ശനിയാഴ്ച രാത്രിയിൽ, ശനിയാഴ്ചത്തെ ആ മെസ്സേജിനിടയിലെല്ലാം ഇങ്ങനെ ഹൃദയത്തിൽ ഒരു പെരുമ്പറ മുഴങ്ങും പോലെ ഇങ്ങനെ ഒരു ശബ്ദം കേട്ടുകൊണ്ടിരിക്കുക, സ്നാനപ്പെടണം. ഞാൻ വിചാരിച്ചത് എനിക്ക് മാത്രമുള്ള ഒരു അനുഭവമാണെന്ന് വിചാരിച്ചു. കാരണം അവിടെ അദ്ദേഹം പൊന്നൻ ബ്രദർ പ്രസംഗിക്കുന്ന സ്നാനത്തെ കുറിച്ചല്ല, പൊന്നൻ ബ്രദർ പ്രസംഗിക്കുന്ന ഈ വിഷയങ്ങളേ അല്ല, പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ശബ്ദം കേൾക്കുകയാണ്, സ്നാനപ്പെടണം. ഇത് മറ്റു സഹോദരങ്ങളോട് പറയാൻ പേടി, കാരണം ഞങ്ങളെല്ലാം ഒരുമിച്ചാണ് തലേ ദിവസങ്ങളിലെല്ലാം പലരോടും ഇതിനെക്കുറിച്ച് എതിർത്ത് സംസാരിച്ചത്. അപ്പൊ ഞാൻ അതുകൊണ്ട് വെളിയിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്തു, ധ്യാനം തീർന്ന സമയത്ത് വെളിയിലിറങ്ങി മാറി നിന്നു. ഞാനൊരു മരത്തിന്റെ കീഴിൽ മാറി നിൽക്കുമ്പോ ഞാൻ നോക്കിയപ്പോ അടുത്ത മരത്തിന്റെ കീഴിൽ വേറൊരു സഹോദരൻ നിൽക്കുന്നു, അപ്പുറത്ത് മാറിയിട്ട് പലരും നിൽക്കുന്നു. എന്തിനു പറയുന്നു, ഞങ്ങളൊരു 7ഓളം പേര് അവിടെ ഇവിടെയായിട്ട് നിൽപ്പുണ്ട്, ആരോടും മിണ്ടുന്നില്ല. എല്ലാം കഴിഞ്ഞപ്പോ പതുക്കെ നമ്മൾ ചെന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ നിൽക്കുന്നത്, പോന്നില്ലേ? ഇല്ല പോകുന്നില്ല. അതെന്താ? പൊന്നൻ ബ്രദറിനോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാൻ? അല്ല, ഒന്ന് സംസാരിക്കണം. അപ്പൊ എന്റെ അടുത്ത് ചോദിച്ചു, നീ എന്തേ പോകാത്തെ? എനിക്കും പൊന്നൻ ബ്രദറിനോടൊന്ന് സംസാരിക്കണം. എന്ത് സംസാരിക്കാനാ പറയേ? അവസാനം ഗതി കെട്ടിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഹൃദയത്തിൽ ദൈവം സംസാരിക്കുന്നത് കേട്ടു, സ്നാനപ്പെടണമെന്ന്. അപ്പൊ പൊന്നൻ ബ്രദർ സ്നാനപ്പെട്ട ആളാണെന്ന് നമുക്കറിയില്ല. പൊന്നൻ ബ്രദർ താനൊരു പാസ്റ്റർ ആണെങ്കിലും താന് കത്തോലിക്കരെ വിശ്വാസത്തിൽ കൊണ്ടുവരേണ്ടതിന് താൻ കരിസ്മാറ്റിക് അനുഭവത്തിലൂടെ വന്നയാളായതുകൊണ്ട് POC ബൈബിൾ തന്നെ ഉപയോഗിക്കുന്നത്. താൻ എവിടെ പോയാലും POC ബൈബിളെ കൊണ്ടുപോകൂ, POC ബൈബിളിൽ ഇതേ പ്രസംഗിക്കത്തുള്ളൂ. താൻ ആ കാത്തലിക് അനുഭവത്തിലാണ് എല്ലാം ചെയ്യുന്നത്. ഇനി മാത്രമല്ല, ഞങ്ങളെല്ലാം കൂടി ഞങ്ങളുടെ പള്ളിയിൽ ഒരു ധ്യാനം നടത്തിയപ്പോ പ്രസംഗിക്കാൻ ഈ പൊന്നൻ ബ്രദറിനെ വിളിച്ച പൊന്നൻ ബ്രദർ വന്ന് ഞങ്ങളുടെ കത്തോലിക്ക പള്ളിയിൽ ധ്യാനം നടത്തി. അപ്പൊ ഈ മനുഷ്യൻ ഈ അനുഭവം ഉള്ളയാളാണെന്ന് നമുക്കറിയാൻ വയ്യല്ലോ. നമ്മൾ അദ്ദേഹത്തിന്റെ അടുത്ത് എന്നുകൊണ്ട് പറഞ്ഞു, സ്നാനപ്പെടണം, ആത്മാവ് ഞങ്ങളോട് ഇടപെട്ടു എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാന് ഇതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചോദിച്ചു, പറഞ്ഞു, പക്ഷെ സ്നാനപ്പെടുത്താൻ പറ്റൂല. അതെന്താ?
നിങ്ങളെ സ്നാനപ്പെടുത്താനായിട്ടില്ല. മാത്രമല്ല, അദ്ദേഹത്തിന് ഞങ്ങളുടെ സ്വഭാവം അറിയാം, അതുകൊണ്ടാ. മാത്രമല്ല, പിന്നെ എനിക്ക് അതിനുള്ള അനുമതി കിട്ടിയിട്ടില്ല എന്നൊക്കെ. പിന്നീട് എന്തിനു പറയുന്നു? ചുരുക്കി പറഞ്ഞാൽ പ്രാർത്ഥിച്ചു. അന്ന് രാത്രി തന്നെ താൻ ദൈവത്തോട് ചോദിച്ച 2-3 അടയാളങ്ങൾ അന്ന് രാത്രിയിൽ തന്നെ തനിക്ക് ലഭിച്ചു. അതുകൊണ്ട് ആ രാത്രിയിൽ താൻ സമ്മതിച്ചു, ഓക്കെ, ഞാൻ സ്നാനപ്പെടുത്താൻ തയ്യാറാണ്. അന്ന് രാത്രി 12 മണി കഴിഞ്ഞിട്ട് ശാസ്താംകോട്ടെ അമ്പലത്തിന്റെ തീരത്തുള്ള അമ്പലക്കടവിൽ പോയിട്ട്, ശാസ്താംകോട്ട കായലിന്റെ അമ്പലക്കടവിൽ പോയി രാത്രി 12 മണി കഴിഞ്ഞ് സ്നാനപ്പെട്ടിട്ടുണ്ട്. 7 ആള്, ഒരു പെൺകുട്ടി ഉൾപ്പെടെ സ്നാനപ്പെട്ട് പുറത്തു വന്നതോടെ ആകെ പ്രശ്നമായി. കാരണം പൊന്നമ്പ്രർ ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മ വരെ അദ്ദേഹത്തിനെതിരായി. രാത്രിയിൽ സ്നാനപ്പെടുത്തി എന്നുള്ള പറയും. അദ്ദേഹം പറഞ്ഞു, ദൈവം എന്നോട് ഇടപെട്ടു, ദൈവം എനിക്ക് ലക്ഷ്യം തന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് അംഗീകരിച്ചില്ല. പക്ഷേ എങ്ങനെ ഞാൻ പറയട്ടെ, പിന്നീട് തുടർന്ന് മുന്നോട്ട് പോയി. ഇന്ന് ഞാൻ ചേർന്ന് നിൽക്കുന്ന മോഹൻ ബി ഡേവിഡ് എന്ന് പറയുന്ന പാസ്റ്ററാണ് പിന്നീട് ഞങ്ങൾക്ക് ഒന്ന് കൂട്ടായ്മയൊക്കെ തന്ന് ഞങ്ങളെ ആത്മീയമായിട്ട് വളർത്തി മുന്നോട്ട് വരാനിടയായി. അങ്ങനെ ആത്മീയമായിട്ട് ഒരു വലിയ ഉത്സാഹവും താല്പര്യവും ആത്മീയ വിഷയത്തിലുണ്ടായി മുന്നോട്ട് വന്നു. പിന്നീട് ഉണ്ടായ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ പാസ്സായിട്ടിരിക്കുന്ന ജേക്കബ് സാർ എന്ന് പറയുന്ന സാറ്, ഞാൻ മുമ്പ് പറഞ്ഞ ജേക്കബ് സാറല്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ അല്ല, ഇദ്ദേഹം ഒരു ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ പെൻഷനായി. അപ്പോൾ അദ്ദേഹമാണ് ഞങ്ങൾക്ക് പാസ്സായിട്ട് പിന്നീട് തീർന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏറ്റെടുത്തു, കൂട്ടായ്മ എല്ലാം നടത്തി മുന്നോട്ട് പോകുന്ന സമയത്താണ് നമുക്കൊരു എന്താ പറയുന്നത്, കാസർഗോഡ് ഈ മോഹൻ പി ഡേവിഡ് പാസ്റ്റർ വേല ചെയ്യുന്ന കാസർഗോഡേക്ക് വേലയ്ക്കായിട്ട് വരണമെന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾ പലരും ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ പറയും, ഞങ്ങൾക്ക് അവിടെ കാസർഗോഡേക്ക് വരണം, വന്നൊന്ന് വേല ചെയ്യണം എന്നൊക്കെ പറയും. ഞാൻ മാത്രം പറഞ്ഞിട്ടില്ല, കാരണം ഞാൻ അന്ന് ടൈലറിങ് ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ PSC ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്, അതിൽ പലതും പാസ്സായിട്ടുണ്ട്. അപ്പം നമുക്ക് ജോലി കിട്ടുമ്പോൾ പോകണം എന്നുള്ള ഒരു നിലയിൽ ഇരിക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരുന്ന കാര്യത്തെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവരിൽ പലരും ആവശ്യപ്പെട്ടിരുന്നു, ഒന്ന് ഞങ്ങൾക്ക് വരണമെന്ന് പറഞ്ഞു. പക്ഷേ മോഹൻ ബി ഡേവിഡ് പാസ്റ്റർ പറഞ്ഞു, അവിടെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, ബൈബിൾ സൊസൈറ്റിക്കാർ വരുന്നുണ്ട്, നിങ്ങൾക്കും വരാം എന്ന് പറഞ്ഞു വന്ന് വിളിച്ചപ്പോ ഇവർക്ക് ആർക്കും ടൈമില്ല. ഈ വരാമെന്ന് പറഞ്ഞവർക്ക് ആർക്കും ടൈമില്ല. അപ്പൊ ജേക്കബ് സാർ പറഞ്ഞു, അല്ല, ആരും പോകാതിരിക്കുന്നത് നാണക്കേടാണ്, ആരെങ്കിലും പോകണം. അങ്ങനെ ഞങ്ങൾ വരാനായിട്ട് തീരുമാനിച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ സാറേ ഞാൻ പോയേക്കാം. ഞാൻ അങ്ങനെ ഈ കാസർഗോഡിലേക്ക് അവർക്ക് പകരക്കാരനായിട്ട് തൽക്കാലത്തേക്കൊന്ന് വന്നതാണ്. ഇവിടെ വന്നിട്ടുണ്ട് ബൈബിൾ സൊസൈറ്റിയായിട്ട് ചേർന്ന് ഞങ്ങൾ നേരെ പോയത് ഇടയിലക്കാട് എന്ന് പറയുന്ന ദ്വീപിലേക്ക് ആദ്യം ചെന്ന്. ഇടയിലക്കാട് ചെന്ന് ദ്വീപുകളിൽ കയറി ഇറങ്ങി സുവിശേഷം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു വീട്ടിലേക്ക് ചെന്നപ്പോഴുണ്ട് ഒരമ്മ, വളരെ പ്രായമായ ഒരമ്മ, ഒരു വലിയ സ്റ്റീൽ പ്ലേറ്റിനകത്ത് നിറയെ ഈ നെല്ല് ഇട്ടിട്ട് അതിങ്ങനെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സക്രിയ കോശി അച്ഛൻ ചോദിച്ചു, അല്ല അമ്മേ, ഇതെന്താ ഇങ്ങനെ ഈ കൈവിരൽ കൊണ്ട് ഇങ്ങനെ പൊളിച്ചെടുക്കുന്നത്, ഇത് ഉരലിലിട്ടിട്ട് കുത്തിയെടുത്തൂടെ? അമ്മ പെട്ടെന്ന് പേടിച്ചിട്ട് പറഞ്ഞു, പാടില്ല പാടില്ല പാടില്ല. അതെന്ത് പറ്റി? എന്താ ഇത്ര പേടിക്കുന്നേ? ഇത് പൊട്ടൻ തെയ്യത്തിനുള്ളതാണ്. പൊട്ടൻ തെയ്യത്തിനുള്ളത് ഇങ്ങനെ വേണം ചെയ്യാൻ, അല്ല ചെയ്യാൻ പാടില്ല, അത് പറയാൻ പോലും പാടില്ല. ഞങ്ങൾ ഒന്നുകൂടെ ചോദിച്ചു, എന്ത് ദൈവം? പൊട്ടൻ തെയ്യം. നമ്മൾ അന്ന് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഒരു പൊട്ടനായ ഒരു ദൈവത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ അത് ഉരലിട്ട് ഇത് ചെയ്താലും പറ്റൂല, ഇത് കൈകൊണ്ട് പൊളിച്ചെടുക്കണമെന്നുള്ള വളരെ മാത്രമല്ല ഭയം. എന്റെ ഹൃദയത്തിൽ അത് വലിയൊരു വേദനയായി. ദൈവമേ, നമ്മൾ സ്നേഹവാനായ ഒരു ദൈവത്തെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ വെച്ച് തന്ന ദൈവത്തെ നമ്മൾ അറിയുന്നു. ഇവിടെ ദൈവത്തെ അറിയാതെ താണ്ടെ ഒരു പൊട്ടനെ സ്നേഹിച്ചുകൊണ്ട് അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു കൂട്ടം ജനം, ഇവരോട് ആര് ഈ ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് പറയും എന്നുള്ളത് എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വേദനയായി. അവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് പോയി മറ്റു പല ഭവനങ്ങളിലും ചെന്നപ്പോൾ സമാനമായ പല അനുഭവങ്ങളുണ്ടായി. ഹൃദയത്തിൽ വലിയ വേദനയായി. ഈ ജനത്തോട് സ്നേഹവാനായ ദൈവത്തെ അറിയിക്കണം, മനുഷ്യനെ സ്നേഹിക്കുന്ന, മനുഷ്യന് വേണ്ടി ജീവൻ വെച്ച് തന്ന കർത്താവായ യേശുവിന്റെ സ്നേഹം ഇവരോട് അറിയിക്കണം എന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പോ എൻ്റെ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്ത, കേട്ടെ,
ഓക്കെ. അപ്പോ എന്റെ ഹൃദയത്തിലുണ്ടായ ഒരു ചിന്ത, ഇവരോട് ആര് ഈ സ്നേഹത്തെ കുറിച്ച് പങ്കുവയ്ക്കും? കേൾക്കുന്നില്ല മനസ്സിലായി? കേൾക്കുന്നില്ല. ജസ്റ്റ് മിനിറ്റ്. ഈ അമ്മ ഈ കൈ കൊണ്ട് നെല്ല് പൊളിക്കുമ്പോൾ പറഞ്ഞ എന്തോ പൊട്ടൻ പൊട്ടൻ തെയ്യം. പൊട്ടൻ തെയ്യം. ആ അതെന്തോ അമ്മ ഉദ്ദേശിക്കുന്നത് എന്തോ അത് പൊട്ടൻ തെയ്യം എന്ന് ഈ ഈ പറഞ്ഞാൽ? മലബാർ മേഖലയില് തെയ്യങ്ങളുണ്ട്. അതായത് ദൈവത്തെ കെട്ടിയാടുന്ന ദൈവങ്ങളെ ആ കെട്ടിയാടുന്ന തെയ്യം. ഒരു സംഭവം. അതിന് പറയുന്ന തെയ്യം എന്നാ പറയുന്നത്. ആ തെയ്യം. അതിലൊരു തെയ്യമാണ് ഈ പൊട്ടൻ തെയ്യം എന്ന് പറയുന്ന തെയ്യം. ഓക്കെ. അതിനെ പ്രസാദിപ്പിക്കാനാണോ ഇങ്ങനെ കൈ കൊണ്ട് നെല്ല് പൊളിക്കുന്നത്? തെയ്യം നെല്ല് പൊളിച്ചിട്ട് അതിന് ഇതാക്കി കൊടുക്കുന്നത്. ഓ, ഓക്കെ ഓക്കെ അതിന് ഓക്കെ ആ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ. ആ അപ്പൊ ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കണ്ടപ്പോ എനിക്കൊരു ഹൃദയത്തിൽ ഒരു ആഗ്രഹം ഉണ്ടായി, ഇവരോട് വന്നിട്ട് ഈ സ്നേഹവാനായ ദൈവത്തെ കുറച്ചു കാലമെങ്കിലും അറിയിക്കണം. കാരണം ഞാൻ ഗവൺമെന്റ് ജോലിക്ക് എല്ലാം പലതും ടെസ്റ്റുകൾ എഴുതി പാസ്സായി ജോലി ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. അപ്പൊ എനിക്ക് ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചു കാലമെങ്കിലും ഇവിടെ വന്ന് സുവിശേഷം അറിയിക്കണം എന്നൊരു ഹൃദയത്തിലൊരു ആഗ്രഹം. ഇപ്പൊ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ അവിടുന്ന് വലിയപറമ്പ് എന്ന് പറഞ്ഞ ദ്വീപിൽ പോയി. വലിയപറമ്പ് ദ്വീപിൽ ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ ഉണ്ടായി. ഇനി മാത്രമല്ല, വലിയൊരു വേദനപ്പെടുത്തുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, വലിയത് പറമ്പ് ദ്വീപിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെന്നിറങ്ങി ഇങ്ങനെ യേശുവിനെ കുറിച്ചൊക്കെ പലരോടും പറയാൻ തുടങ്ങിയപ്പോ ഞങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിച്ചു, നിങ്ങൾ ക്രിസ്ത്യാനികളാണോ? ഞങ്ങൾ പറഞ്ഞ അതെ, ക്രിസ്ത്യാനികളാ. അയ്യോ, ഞങ്ങളുടെ ഈ ദ്വീപ് അത് ഏതാണ്ട് 10-24 കിലോമീറ്റർ നീളമുള്ള ഒരു ദ്വീപാണ്, ഒരു പഞ്ചായത്ത് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ഈ പഞ്ചായത്തിൽ ഒരു ക്രിസ്ത്യാനിയുണ്ട്, അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം, വാ. ഞങ്ങളെ വിളിച്ചുകൊണ്ട് നടന്നു, കുറെ ദൂരം നടന്നിട്ട് ഞങ്ങൾ ഒരിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോ കാണുന്നത് ഒരു ചീട്ടുകളി സംഘം. അതിന്റെ നടുക്കൊരു മനുഷ്യൻ നിൽപ്പുണ്ട്. അപ്പൊ എടാ ലോറൻസ് എന്നോ മറ്റോ കണ്ട പേര്, ലോറൻസ് എന്നോ മറ്റോ വിളിച്ചു. അദ്ദേഹം എഴുന്നേറ്റ് വന്നു. ഞങ്ങൾ സുവിശേഷകരാന്ന് പറഞ്ഞപ്പോഴേ അദ്ദേഹത്തിന്റെ ജീവനെല്ലാം പോയി. എന്താണ് സംഭവം എന്ന് വെച്ചാൽ, അദ്ദേഹം ആലപ്പുഴക്കാരനെ കണ്ട മീൻ പിടിക്കാനായിട്ട് ഇവിടെ വന്നിട്ട് അദ്ദേഹം ഈ ദ്വീപിൽ ചെന്നിട്ട് 5 പെൺകുട്ടികളുള്ള ഒരു വീട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചിട്ട് ഈ 5 പെൺകുട്ടികളുടെയും ഭർത്താവായിട്ട് താൻ അവിടെ വാഴുക. മാത്രമല്ല, താൻ ഒരു പണിക്കും പോകില്ല, താൻ ചീട്ട് കളിച്ചുകൊണ്ട് പോയി. ഈ സഹോദരിമാർ 5 പേരും പോയി ജോലിക്ക് പോയിട്ട് അവർ കൊണ്ടുവരുന്ന പണം കണ്ട് മുഴുവൻ അടിച്ചു പൊളിച്ച്. അപ്പോ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ഇതാണെന്നാണ് അവരറിഞ്ഞിരിക്കുന്ന ഇത്. അപ്പൊ അവരോട് ഇതല്ല ഇതല്ല ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നവരാണ്, ജീവനുള്ള ദൈവത്തെ പിൻപറ്റുന്നവരാണ്, അല്ലെങ്കിൽ സത്യ ദൈവത്തെ, സ്നേഹവാനായ ദൈവത്തെ ഇവരെ അറിയിക്കണം ഒരു വല്ലാത്ത വാഞ്ച ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ടാണ് അന്ന് ഈ ബൈബിൾ സൊസൈറ്റിയുടെ ഓക്സിലറി സെക്രട്ടറി ആയിരിക്കുന്ന ആ സക്രിയാക്കോശി അച്ഛൻ തിരിച്ചു വരുന്ന വഴിക്ക് വളരെ വേദനയോടെ ചോദിച്ചു, ആരിവരോട് സുവിശേഷം പറയും? ആരിവരോട് സുവിശേഷം പറയും? അതെന്റെ ഹൃദയത്തിൽ വളരെ ഇതായി. ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛൻ ഞാൻ പോകാൻ തയ്യാറാണ്, പക്ഷെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാനന്ന് വിവാഹമൊന്നും കഴിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ ആരെങ്കിലും വരാൻ തയ്യാറുണ്ടെങ്കിൽ ഞാൻ പോകാൻ തയ്യാറാണ്. അദ്ദേഹം പറഞ്ഞു, അതിന് എത്ര പണം ചെലവായാലും ഞാൻ ചെലവാക്കാൻ തയ്യാറാണ്, ഞാൻ ആളുകളെ ഒപ്പിച്ചിട്ട് ഞാൻ തരാം, നിങ്ങൾ ഇവിടെ വന്ന് പ്രവർത്തിക്കണം. ഞാനത് ലാസ്റ്റ് ദിവസം മോഹൻ ബീഡയോട് ബാസിനോട് അറിയിച്ചു. ഞാൻ ഇന്നായിരിക്കുന്ന സംഘടനയുടെ സ്ഥാപകനായിരിക്കുന്ന മോഹൻ ബീഡയോട് ബാസിനോട് അറിയിച്ചു. അദ്ദേഹം എനിക്ക് തന്ന ഒരു നിർദ്ദേശമുണ്ട്. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ, ഏതെങ്കിലും മനുഷ്യരെ നോക്കിയിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയാൽ പരാജയപ്പെടും. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുമെങ്കിൽ സക്രിയാക്കോശി അച്ഛനല്ല, അദ്ദേഹം സഹായിക്കുമെങ്കിൽ സഹായിക്കട്ടെ. ലോകത്തിൽ ഒരുത്തരെ എന്നെ പോലും നോക്കാനായിട്ട് പാടില്ല, ദൈവം നടത്തുമെന്നുള്ള പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ മാത്രമേ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങാം. മറ്റൊരാളും നടത്തുമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങരുത്. അങ്ങനെയുണ്ടെങ്കിൽ മോന് വരാം. ഞാൻ പറഞ്ഞു, എനിക്ക് വരാൻ എന്തായാലും താല്പര്യമുണ്ട്, ഞാനൊരു 2 വർഷത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പക്ഷെ നാട്ടിൽ പോയിട്ട് ആരെങ്കിലും എൻ്റെ കൂടെ വരാനായിട്ട് തയ്യാറാണെങ്കിൽ അവരെ കൂട്ടി വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞാൻ നാട്ടിൽ പോയി. നാട്ടിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ആ സുഹൃത്തായിരിക്കുന്ന ജോൺസൺ ബ്രദർ എന്ന് പറയുന്ന ബ്രദർ എൻ്റെ കൂടെ വരാൻ തയ്യാറായി. ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ വന്നു. ആ ദ്വീപുകളിൽ പോയി പ്രവർത്തനം ആരംഭിച്ചു. ചുരുക്കി പറഞ്ഞാൽ കുറച്ചു കാലം കൊണ്ട് ഒരു സഭയൊക്കെ സ്ഥാപിതമായി വരാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ നമ്മുടെ ഇടയിൽ പാസ്റ്റേഴ്സിന്റെ കുറവുള്ളത് കൊണ്ട് പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ എനിക്ക് അവിടെ മാറിപ്പോയിട്ട് അദ്ദേഹത്തെ കാര്യങ്ങളെ ഏൽപ്പിച്ചു മാറിപ്പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ മറ്റൊരിടത്തേക്ക് പോയി. തുടർന്നുള്ള ഒരു സമയത്ത് ഈ കർണാടകത്തെ കുറിച്ചുള്ള ഒരു സാഹചര്യത്തിൽ, കാരണം ഞങ്ങളുടെ പൊതുവായ മീറ്റിങ്ങിൽ മോഹൻ പാസ്റ്റർ കരഞ്ഞുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു. കാരണം പലർക്കും വടക്കേന്ത്യയെ കുറിച്ച് വളരെ ഭാരമുണ്ട്, വടക്കേന്ത്യയെ കുറിച്ച് വളരെ ഭാരവും പ്രയാസവും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ തൊട്ട് ചേർന്ന് കിടക്കുന്ന കർണാടകമാണ് ഇന്ത്യയിലെ
ഏറ്റവും അന്ധകാരപൂർണമായ സംസ്ഥാനം. കാരണം കർണാടകത്തിന്റെ മാംഗ്ലൂരോ പോലെയുള്ള പട്ടണങ്ങളിലൊക്കെ സുവിശേഷ പ്രവർത്തനമുണ്ട്. അതിന്റെ ഉൾഗ്രാമങ്ങളിൽ ഇന്നും സുവിശേഷം എത്തിയിട്ടില്ല. യേശു ആരാണെന്ന് അവർക്ക് അറിയില്ല. അവിടേക്ക് പോകാനായിട്ടാണ് ആരുമില്ലാത്തതെന്ന് താൻ കരഞ്ഞുകൊണ്ട് പറയാനായിട്ടിടയായി. തന്റെ കരച്ചില് കണ്ടു. ആ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാൻ അന്ന് എണീറ്റ് നിന്ന് സമർപ്പിച്ചു. ഇന്ത്യയിൽ എവിടെയും കർത്താവിന്റെ സുവിശേഷമായിട്ട് പോകാൻ ഞാൻ തയ്യാറാണെന്ന് ഞാനന്ന് പറയാനിടയായി. അതുകൊണ്ട് തന്നെ കർണാടകത്തിലേക്ക് ആളില്ലാതെ വന്ന സമയത്ത് എന്നെ അങ്ങോട്ട് നിയോഗിച്ചയക്കാനായിട്ടിടയായി. പക്ഷെ കന്നഡയൊന്നും അറിയില്ല, എങ്കിലും പോയി. പിന്നെ കർണാടകത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വിവാഹത്തിന്റെ ഇത് വന്നു. വീട്ടിലെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനിപ്പോ പറയുന്നില്ല. വീട്ടിൽ ഞാൻ ഒറ്റയ്ക്കാണ് വിശ്വാസത്തിൽ വന്നത്. എന്റെ സഹോദരങ്ങളോ മാതാപിതാക്കളോ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല. അവരെല്ലാം എതിരായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു. എന്നാൽ നമ്മൾ അവരോട് സ്നേഹത്തിൽ നിന്നത് കൊണ്ട് അവരോട് വ്യക്തിപരമായിട്ട് സ്നേഹവും കാര്യവും ഒക്കെ ആയിരുന്നു. അങ്ങനെ മോഹൻ ബാസിന്റെ സഭയിൽ നിന്ന് തന്നെ മോഹൻ ബാസ് തന്നെ ഒരു വിവാഹം ആലോചിച്ചു. കന്നഡയും തുളു ഒക്കെ അറിയുന്ന ഒരു സഹോദരി ആലോചിച്ചു. എന്റെ വീട്ടുകാരും വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. ഞങ്ങളുടെ വിവാഹം നടന്നു. അങ്ങനെ ഞങ്ങള് കർണാടകത്തിലല്ല, കേരളത്തിന്റെ ബോർഡറിൽ താമസിച്ചുകൊണ്ട് കർണാടകത്തിലൂടെ ചേർന്നിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഞങ്ങൾ ഏർപ്പെടാനിടയായി. ഒത്തിരി അനുഭവങ്ങൾ അവിടെയൊക്കെ വെച്ച്. കാരണം ഞാൻ ഇതൊക്കെ പറഞ്ഞപ്പോഴും, കാരണം കർത്താവ് നമ്മെ നടത്തുന്നു എന്ന് പറയുമ്പോൾ ഈ വേലയിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. എനിക്ക് പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടില്ല, കാരണം എന്റെ ശരീരത്തിൽ ആരും തൊട്ടിട്ടില്ല. പക്ഷെ പലപ്പോഴും പീഡനം അനുഭവിക്കുന്ന അതുപോലെയുള്ള സാഹചര്യങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി എന്നെ കാത്തു നിൽക്കുന്ന ഞങ്ങള് ഈ ദ്വീപുകളിലേക്ക് പോയ സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ കടന്നുപോയ ഒന്ന് രണ്ട് അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്ക് ഒന്ന് ഷെയർ ചെയ്തായിട്ട് കർത്താവിന്റെ ദാസനെ. ഒന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഈ ദ്വീപുകളിൽ പോകുന്ന സമയത്ത്, ദ്വീപുകളിൽ പോകുമ്പോൾ നമുക്ക് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങള് ഒരിക്കൽ ഞാനും ഈ ജോൺസൺ എന്ന് പറഞ്ഞ ബ്രദറും ഞങ്ങൾ രണ്ടുപേരും കൂടി ദ്വീപുകളിലേക്ക് പോയി സുവിശേഷം അറിയിച്ച് ഇങ്ങനെ ട്രാക്റ്റൊക്കെ കൊടുത്ത് വീടുകളിലൂടെ പോകുമ്പോൾ നമ്മൾ പോയി സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വീടുണ്ടായിരുന്നു. അതായത് ഒരു ചേച്ചിക്ക് ഒരു ജന്നി ബാധിച്ച ഒരു ചേച്ചിയാ. അവരെ ഭർത്താവ് ഇട്ടിട്ട് പോയി, 2 മക്കളുണ്ട്, അവരെ പോറ്റണം. അപ്പൊ അവരെ പോറ്റണമെങ്കിൽ ജോലിക്ക് പോയേ പറ്റത്തുള്ളൂ. അവർ കോൺക്രീറ്റ് പണിക്കാ പോകുന്നത്. അപ്പൊ അവർ ഈ കോൺക്രീറ്റിന് വീടിന്റെ മേളിൽ കയറി നിൽക്കുമ്പോഴൊക്കെ ജന്നി വന്നിട്ട് താഴെ പോരുന്നത് പോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മണലിൽ വീണുകൊണ്ട് വലിയ പ്രയാസം ഉണ്ടായില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ ഒരിക്കൽ വന്നപ്പോൾ അവരുടെ അമ്മ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, എന്റെ മോക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, ഇടയ്ക്കിടയ്ക്ക് ജന്നി വരുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരും, അത് വലിയ പ്രയാസം, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, പക്ഷെ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് പോയാതിരിക്കാൻ കഴിയില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പോന്നതിന് ശേഷം അവർക്ക് നാളുകളോളം അത് വന്നിട്ടില്ല. പക്ഷെ പിന്നെ അവർ ബന്ധമില്ലാതെയായതിനു ശേഷം വീണ്ടും വരാൻ തുടങ്ങിയപ്പോൾ അവർ വീണ്ടും നമ്മളെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പ്രവർത്തിച്ചിട്ട് തന്നെ ഈ വീട്ടിൽ ചെന്നപ്പോ അമ്മ പറഞ്ഞ്, നിങ്ങളെ ഇന്ന് വിടത്തില്ല, എന്റെ മോള് ജോലിക്ക് പോയിരിക്കുക, മോള് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടേ നിങ്ങളെ ഞാൻ വിടത്തുള്ളൂ. ഞങ്ങൾ പറഞ്ഞല്ല, ഞങ്ങൾക്ക് പോകണം. അവൻ പറഞ്ഞു, അത് പറ്റൂല, എന്റെ മോള് വന്ന് പ്രാർത്ഥിക്കാതെ നിങ്ങളെ വിടത്തില്ല എന്ന് പറഞ്ഞ് പിടിച്ചവിടെ ഇരുത്തി. 2-2.5 മണിക്കൂർ അവിടെ ഇരുത്തിയിരുന്നു. മോള് വന്നിട്ട് പ്രാർത്ഥിച്ചിട്ടാ ഞങ്ങളെ വിട്ടത്. പക്ഷെ സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മോള് വരാൻ ഞങ്ങൾ അവിടെ കാത്തിരുന്ന സമയത്ത് ഞങ്ങൾ ഇങ്ങോട്ട് കയറിപ്പോന്ന് കണ്ടിട്ട് സുവിശേഷ വിരോധികള് അവിടെ ഒരു എന്താ പറയുന്നത് ഇതുണ്ട്, കാട് ഉള്ള, അതായത് എന്തായാലും പറയുന്നത് ഒരു ചെറിയ വനം പോലെയുള്ള ഒരു സ്ഥലമുണ്ട്. അവിടെ സുവിശേഷ വിരോധികളായി 10-25 ചെറുപ്പക്കാർ ഞങ്ങളെ കാത്തു നിൽക്കുകയായിരുന്നു, ഞങ്ങൾ തിരിച്ചു വരുമ്പോ തല്ലാനായിട്ട്. പക്ഷേ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിടിച്ചിരുത്തിയിരുന്നുകൊണ്ട് 2-2.5 മണിക്കൂർ കാത്തു നിന്നിട്ടും കാണാതെ വന്നപ്പോ ഞങ്ങൾ ഇതറിഞ്ഞിട്ട് വേറെ ഏതെങ്കിലും വഴിക്ക് പോയി എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം പിരിഞ്ഞു പോയി. ഇവരെല്ലാം പിരിഞ്ഞു പോയിട്ട് 2.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ തിരിച്ചു വരുന്നത്. തിരിച്ചു വരുമ്പോ അതിൽ ഒരുത്തരം അവിടെ നിൽപ്പുണ്ട്. അവൻ ചോദിച്ചാൽ, നിങ്ങൾ പോയില്ലായിരുന്നു? അവൻ പറഞ്ഞില്ല, പോയില്ല, നിങ്ങളെ തല്ല ഞങ്ങൾ ഇവിടെ കാത്തിരിക്കുകയായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, നമുക്ക് ദൈവം അന്ന് കാത്തു. മറ്റൊരു ദിവസം ഇതുപോലെ തന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് തോന്നി, ഈ പോയ വഴിയെ പോകണ്ട, അപ്പുറത്തൂടെ കടൽ സൈഡിൽ കൂടെ, അതെന്ന് പറഞ്ഞ പുഴയുടെ തീരത്തൂടെ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് പുഴയുടെ തീരത്തൂടെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വേറൊരു വഴിക്ക് അങ്ങ് പോയി. പുറത്ത് വന്നു കഴിഞ്ഞപ്പോഴറിയുന്നത് നമ്മളെ തല്ലാനായിട്ട് അവരവിടെ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഇനി ഇതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ കർണാടകത്തിന്റെ ബോർഡറിൽ താമസിക്കുന്ന സമയത്ത്, എന്നെ തല്ലാൻ വേണ്ടിയിട്ട് അവിടെയുള്ള RSSകാർ പല പ്രാവശ്യം ശ്രമിച്ചു. പക്ഷെ അവർക്കെല്ലാം എന്നെ നന്നായിട്ട് അറിയാം. അവര് തല്ലാൻ പിടിച്ചപ്പോഴൊക്കെ ആള് തെറ്റി. അവർ പിടിച്ചതൊന്നും എന്നെയല്ല. ഇനി ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ, ഒരു ദിവസം ഒരു മനുഷ്യനെ പിടിച്ചിട്ട് ഒരടി കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ഒരു മുടി മുറിക്കുന്ന ആൾ വന്നിട്ട് പറഞ്ഞത്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല എന്ന് പറഞ്ഞിട്ട് പിടിച്ച് മാറ്റി വിട്ടു. പക്ഷെ അന്നും രാത്രി 11:30 ഞാൻ മംഗലാപുരത്തുള്ള കുട്ടികളുടെ ഇടയിലുള്ള പ്രവർത്തനത്തിന് ജയദീപ് എന്ന് പറയുന്ന ഒരു ദേവദാസന്റെ കൂടെ പോയിട്ടൊക്കെ തിരിച്ച് അതുവഴി ഒറ്റയ്ക്ക് ഞാൻ 11:30 വന്നു.
പക്ഷെ ഇവരെപ്പോഴൊക്കെ പിടിച്ചോ അന്നേരമല്ല ഇവർക്ക് തെറ്റി. ഞാൻ പിന്നെ സാറിന് തമാശയായിട്ടാണെങ്കിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് അറിയാമല്ലോ തല്ലു കൊള്ളാൻ പറ്റിയവരാരാണ്. ദൈവം പ്രത്യേക സംരക്ഷണത്തിൽ എന്നെ അങ്ങ് കരുതുന്നു എന്ന് മാത്രം മതി. കാരണം ഒരു 50ഓളം പേര് മഞ്ചേശ്വരത്ത് വെച്ചിട്ട് ഞങ്ങളെ തല്ലാൻ, മഞ്ചേശ്വരം കുഞ്ചത്തൂര്, അവിടെ ഞങ്ങളുടെ വീട്ടിന് വന്ന് വളഞ്ഞു. 50ഓളം പേര് വന്ന് വളഞ്ഞു. എന്നിട്ട് 25ഓളം പേര് അകത്ത് കയറി തല്ലാനായിട്ട്. അകത്ത് കയറിയ സമയത്ത് ഇപ്പൊ മരിച്ചുപോയ വർക്കിച്ചായൻ എന്ന് പറയുന്ന ഒരു തെരുവ് സുവിശേഷകനുണ്ട്. അദ്ദേഹം ഇങ്ങനെ തെരുവ് തോറും നടന്ന് സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കന്നഡയും അറിയില്ല, തുളുവും അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ ഇവരെല്ലാം കൂടെ കയറി വന്നിട്ട് ചൂടാവുന്ന കണ്ടപ്പോ ഞാൻ കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് ചോദിച്ചപ്പോ അവരെന്ത് ചെയ്തു, തമ്മിയുടെ ഹൃദയം എന്നുള്ള ട്രാക്ട് എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ ദൈവത്തെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞിട്ട് അവരേതായിട്ട് കാണിച്ചു കൊടുത്തു. ഇദ്ദേഹത്തിന് കാര്യമൊന്നും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു ഇങ്ങെടുക്ക് ഞാൻ വിശദീകരിച്ച് തരാമെന്നും പറഞ്ഞുകൊണ്ട് ഇതെടുത്തിട്ട് ഇദ്ദേഹം ഓരോന്ന് വിശദീകരിക്കാൻ തുടങ്ങി. ഇത് മയിൽ ഇതാണ്, പാമ്പ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഇവര് കേട്ടോണ്ട് നിൽക്കാൻ തുടങ്ങിയോ ബാക്കിയുള്ളവർ പറഞ്ഞു തല്ലാൻ വന്നിട്ട് ഇവരുടെ പ്രസംഗം കേട്ടോണ്ട് നിൽക്കുകയാണോ, എന്തിനു പറയുന്നു. ഇവരെല്ലാം തണുത്തിട്ട് അവസാനം പറഞ്ഞു ഇനി വാണിംഗ് കൊടുത്തിട്ട് വാ. അപ്പൊ ഒരു കൂട്ടര് പറഞ്ഞു അല്ല അത് പറ്റൂല, തല്ലിയിട്ട് വേണം വാ. അല്ല വേണ്ട, ഇന്നത്തേക്ക് വാണിംഗ് കൊടുത്താൽ മതി, ഇനി നമുക്ക് തല്ലാം. അന്നും 50ഓളം പേര് വന്നെങ്കിലും ഞാൻ പറഞ്ഞത് ദൈവം സൂക്ഷിച്ചു. ദൈവത്തിന്റെ കരുതൽ വളരെ അതാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇപ്പോഴും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, ഇപ്പൊ ഞാൻ ഈ താമസിക്കുന്ന പയ്യന്നൂരിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ ട്രാക്ട് വിതരണമൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ എന്റെ അടുത്ത് വിളിച്ചോണ്ട് പറഞ്ഞു ഇനി നീ അധികം, ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക, ഫുഡ് കഴിച്ചിട്ട് സംസാരിക്കാന്ന് പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞു നീ ഇനി അധികം ഫുഡൊന്നും കഴിക്കേണ്ടി വരത്തില്ല, ഞങ്ങൾ നിന്റെ കാര്യം എടുത്തിട്ടുണ്ടോ. പക്ഷെ ദൈവം നമ്മളെ കാക്കുന്നതുകൊണ്ട് നമുക്കൊരു ഭയവും ഇല്ല. ഞാൻ പറഞ്ഞത് ദൈവം ഇന്നയോളം ദേഹത്ത് കൈവെക്കാൻ ആരെയും അനുവദിക്കാതെ നമ്മളെ നടത്തുന്നു, ഇനിയും നടത്തും, ഉറപ്പാണ്. ഞാൻ പറഞ്ഞ ഒത്തിരി പ്രതികൂലങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായെങ്കിലും ദൈവം നടത്തി. ഇനി മാത്രമല്ല അതുപോലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി. പക്ഷെ ദൈവം നടത്തിയതിന്, ദൈവം കരുതിയതിന് എന്താ പറയണ്ടേ, കയ്യും കണക്കുമില്ല എന്ന് പറയാം. ഞാൻ നിങ്ങൾ എപ്പോഴും നന്ദിയോടെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്റെ മോള് പറയാൻ പറ്റുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ കർത്താവിന്റെ ദാസന് ഷെയർ ചെയ്യാൻ. കാരണം നമ്മുടെ ഈ സാക്ഷ്യം കേൾക്കുന്ന ഒരു വ്യക്തിക്കെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടാനിടയായാൽ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഓക്കെ പക്ഷേ ഞാന് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. എന്റെ മോള്, എന്റെ മൂത്ത മകള്, അവള് ജനിക്കുമ്പോ ഞങ്ങൾ കർണാടകത്തിന്റെ ആ ബോർഡറിലാണ് അവിടെ ഉള്ളപ്പോ എന്ന് പറഞ്ഞാൽ നമ്മൾ വളരെ വളരെ കഷ്ടതയുടെ അനുഭവത്തിലൂടെ പോകുന്നു. എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ പോലും മാർഗമില്ലാത്ത, എന്നാൽ ഞങ്ങൾക്ക് അന്നും പേരുണ്ട്. കാരണം ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി നല്ല ഇതിൽ നടക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെല്ലാം ഞങ്ങളെ ഹൈടെക് സുവിശേഷകർ എന്നാണ് വിളിക്കുന്നത്. കാരണം അവരുടെ ചിന്തയിൽ ഞങ്ങൾക്ക് എന്തോ കാര്യമായിട്ടുണ്ട് എന്നുള്ള ഒരു ചിന്തയിലാണ്. പക്ഷെ നമ്മളും അതിനെ തള്ളിക്കളയാൻ നിന്നിട്ടില്ല, നമ്മൾ അങ്ങനെ തന്നെ നടക്കുമായിരുന്നു. പക്ഷെ പലപ്പോഴും നമുക്ക് അരിക്ക് പോലുള്ള വകയില്ലാത്ത സ്ഥിതിയിലൂടെയുള്ള സാഹചര്യങ്ങളിലൂടെ പോലും നമ്മൾ അവിടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് മോള് ജനിക്കുന്നത്. മോള് ജനിച്ചിട്ട് ഏതാണ്ട് 8-10 മാസമൊക്കെ ആയപ്പോഴും അവൾ എണീറ്റ് നിൽക്കുകയോ അല്ലെങ്കിൽ നടക്കാനോ ഒന്നും ഇതായിട്ടില്ല. അപ്പൊ പലരും നമ്മുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി എന്ത് കൊച്ചു നടക്കാത്തെ. പക്ഷെ നമുക്ക് പറയാൻ കഴിയുന്നില്ല. കാരണം പിടിച്ചെണീക്കണമെങ്കിൽ ഒരു കസേരയാകട്ടെ ഒരു മേശയാകട്ടെ നമുക്കില്ല. നമുക്കൊന്ന് രണ്ട് വായും അതും ഇതൊക്കെ ഉണ്ട്. കൊച്ചിനൊന്ന് എണീറ്റ് നടക്കണ്ടേ, നടക്കാൻ ഒന്ന് ഉന്തിത്തള്ളിക്കൊണ്ട് നടക്കാൻ എന്തെങ്കിലും സാധനം വേണ്ടേ, ഒന്നും ഇല്ലാത്തതുപോലെയുള്ളവര്. പക്ഷെ ഞങ്ങൾ ഒത്തിരി പ്രാർത്ഥിച്ചു. കാരണം അതിനു മുമ്പ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ജോലിയൊക്കെ ചെയ്തിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ഒത്തിരി ജോലികളുടെ ഇത് വന്നെങ്കിൽ അതെല്ലാം തള്ളിക്കളഞ്ഞെങ്കിലും ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ തൊട്ടു പുറകിന് പാലക്കാടേക്ക് എക്സൈസിലേക്ക് ജോലി കിട്ടി. വിളിച്ചിരുന്നു. ഞാൻ പോകുന്ന കാര്യം ചോദിച്ചപ്പോൾ വൈഫ് തന്നെ പറഞ്ഞു വേണ്ട, നമ്മൾ കർത്താവിന്റെ പേരേക്ക് ഇറങ്ങിയതല്ലേ ജോലിക്ക്. ഞാൻ പറഞ്ഞല്ല ജോലിയോടുകൂടി വേണമെങ്കിൽ വേണ്ട, നമുക്ക് ഇങ്ങനെ നിൽക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരിയാണെങ്കിലും ട്രഷറിയിൽ താൽക്കാലിക ജോലി ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് സ്ഥിരപ്പെടുത്താനായിട്ട് അതിന്റെ ഡിസ്ട്രിക്ട് അവർക്കൊക്കെ പറ്റുമല്ലോ, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതും വേണ്ടാന്ന് വെച്ചു. അങ്ങനെ ഒരു നിലയിലൊക്കെ പോകുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ കുഞ്ഞായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സാഹചര്യം. അപ്പൊ ഞങ്ങൾ ഒരു ദിവസം വെള്ളിയാഴ്ചയിൽ ഞങ്ങൾ ഇരുന്നുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത്, കാരണം കന്നഡക്കാരായിട്ട് അവർ വെള്ളിയാഴ്ച ഒന്നും വരത്തില്ല, ഞങ്ങൾ മാത്രം ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഒത്തിരി പ്രയാസപ്പെട്ടു. ഇത്രയും നമുക്ക് ബുദ്ധിമുട്ടിലൂടെ പോകേണ്ടി വരുന്നല്ലോ, ഒരാളെങ്കിലും ജോലിക്ക് പോകുമായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ടി വരത്തില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഫോൺ ഇച്ചിരി തിരിച്ചു വെച്ച ഹെഡ് ഇച്ചിരി മേളിലോട്ട്. ഓക്കെ. അപ്പോ അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കിരിക്കുമ്പോ അന്ന് ഞങ്ങള് വായിച്ച വേദഭാഗം കാക്കകളെ നോക്കുവിൻ, വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല,
ഞങ്ങൾ രണ്ടാളും കരഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിച്ചില്ലപ്പാ, ഞങ്ങൾ പറഞ്ഞുപോയി, ഇല്ല ഞങ്ങൾ അല്പം പോലും പിന്നിലേക്കില്ല, അങ്ങ് ഞങ്ങളെ കരുതാൻ മതിയായവന എന്ന് പറഞ്ഞെല്ലാം പ്രാർത്ഥിച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു കസേരയെങ്കിലും, ഒരു ഒന്ന് രണ്ടു പേർക്ക് ഒരു കൊടുക്കാൻ ഒരു കസേരയെങ്കിലും. അപ്പൊ ഞാൻ കസേരയുടെ കാര്യം പറഞ്ഞു, പുള്ളിക്കാരി പറഞ്ഞു എനിക്ക് 2 കസേരയായിട്ട് വേണ്ട, കിട്ടുകയാണെങ്കിൽ 6 കസേര വേണം. ഞാൻ പറഞ്ഞ അത് അധിക ഇതല്ലേ, അല്ല എനിക്ക് കിട്ടുകയാണെങ്കിൽ 6 കസേര വേണം. ഇനി ഒരു മേശ ഉണ്ട്, അതിന്റെ ഇതിലുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞപ്പോ എൻ്റെ അടുത്ത് വേറൊരു മോഡലും കൂടി കാണിച്ചു തന്നു. ഞാൻ ഇപ്പൊ ഇരിക്കുന്ന ആ സൈസ് കസേരയില്ല. അപ്പോ മോഡലും കൂടെ കാണിച്ചു തന്നിട്ട് പറഞ്ഞു ഈ മോഡലിലുള്ള കസേര വേണം, അത് പുതിയ മോഡലുമാണ്, അതിന് നല്ല വിലയുണ്ട്. അപ്പൊ നമ്മളിത് പോയിട്ട് തിരക്കിയപ്പോ നല്ല വിലയാണല്ല. എന്നിട്ട് ചുരുക്കി പറഞ്ഞാൽ ഞങ്ങള് ചുമ്മാതെ ഇദ്ദേഹത്തിന്, ഞങ്ങൾക്ക് അക്കൗണ്ട് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തിന്റെ അക്കൗണ്ട് ഒന്ന് പുനർജീവിപ്പിക്കാമെന്നുള്ള നിലയ്ക്ക് കോളേജിലുണ്ടായിരുന്ന സമയത്തെ അക്കൗണ്ട് ബുക്ക് തപ്പിയെടുത്തിട്ട് ബാങ്കിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു ഈ അക്കൗണ്ട് നിലവിലുണ്ടോ എന്നൊന്ന് നോക്കാവോ, ഞങ്ങൾക്ക് അതൊന്ന് പുനർജീവിപ്പിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോ അവര് നോക്കിയിട്ട് പറഞ്ഞു ഉണ്ടെന്ന് മാത്രമല്ല 2000 ചില്ലറ രൂപ അതിനകത്തുണ്ട്. സ്തോത്രം. അപ്പോ ഞങ്ങൾ കേട്ടപാട് ആ പൈസ ഞങ്ങൾ അങ്ങ് എടുത്തിട്ട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കസേര ഞങ്ങൾക്ക് കിട്ടൂല. പക്ഷെ ഞങ്ങൾ ഒരു കടയിൽ ചെന്നിട്ട്, കാസർഗോഡ് ടൗണിലുള്ള ഒരു കടയിൽ ചെന്ന് ഒരു പയ്യന്റെ അടുത്ത് പറഞ്ഞു ഞങ്ങൾക്ക് ഒരു 6 കസേര വേണമെന്നുണ്ട്, ഇത്രയും ഞങ്ങളുടെ കയ്യിലുണ്ട്, അപ്പോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അവൻ അവിടെ ജോലിക്കാരനായിട്ട് നിൽക്കുന്നതാ. അവനുടനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഞാനൊരു കാര്യം പറഞ്ഞു തരാം, ഇന്നിടത്ത് ഹോൾസെയിൽ കച്ചവടം നടക്കുന്ന സ്ഥലമുണ്ട്, നിങ്ങൾ അവിടെ ചെന്നാല് നിങ്ങൾക്ക് ചെറിയ പൈസക്ക് കിട്ടും. എന്റെ പാസ്റ്റർ ഞങ്ങൾ പറയട്ടെ, അവിടെ ചെന്നപ്പോ ഞങ്ങളുടെ കയ്യിലുള്ള പൈസക്ക് ഇദ്ദേഹം പറഞ്ഞ അതേ കസേര 6 ഞങ്ങൾക്ക് കിട്ടി, വണ്ടിക്കൂലി ബാക്കിയും. അത് വന്നു കുഞ്ഞ് അതിന് പിടിച്ച് നീറ്റ് നടക്കുവാൻ എല്ലാം വഴി ഒരുക്കി. ഞാൻ പറഞ്ഞു ഒത്തിരി ഇപ്പൊ ഈ അടുത്ത കാലത്തുള്ള ഒരു കാര്യം കൂടി മാത്രം ഞാൻ പറയാം. ദൈവം നടത്തുന്ന വഴികൾ നമുക്ക് പറഞ്ഞാലും കാരണം ഈ മലബാറില് ദൈവം നടത്തുന്ന വഴിയിലല്ലാതെ നമുക്ക് ഒന്നും പറയാനില്ല. ദൈവം ഓരോ നാളും കരം പിടിച്ച് നടത്തുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ സംഭവിച്ച കാര്യത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ എന്റെ മോള്, രണ്ടാമത്തെ മോള്, അവള് +2 കഴിഞ്ഞു. അവക്ക് മണിപ്പാലിലേക്ക് അപേക്ഷ വെച്ചു BOTക്ക് പഠിക്കാൻ വേണ്ടി. അവള് ഇതിൽ പാസ്സായി. അവര് ഞങ്ങളെ അറിയിച്ചിട്ട് പറഞ്ഞു നാളെ 1 ലക്ഷം രൂപ അടയ്ക്കണം എങ്കിലേ, കാരണം അവിടെ ഇഷ്ടംപോലെ ആള് വെയിറ്റ് ചെയ്യുക. അപ്പൊ നാളെ 1 ലക്ഷം രൂപ അടച്ചാല് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ട്. ഞാൻ അറിയുന്ന, നമ്മുടെ കയ്യിൽ 10,000 രൂപ പോലും ഇല്ല. അറിയുന്ന പലരോടും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പൈസ ഇല്ല കയ്യില്. പക്ഷേ ഞങ്ങൾ പാവപ്പെട്ട ഒരു കുറച്ച് 10 ദേവദാസന്മാര് പ്രാർത്ഥനയ്ക്കായിട്ടും തമാശ പറയാനൊക്കെ ആയിട്ട് കൂടുന്ന ഒരു ചെറിയൊരു ഗ്രൂപ്പുണ്ട്. ഞാൻ ആ ഗ്രൂപ്പിൽ വന്നിട്ട് ദേവദാസന്മാരെ പ്രാർത്ഥിക്കണം, മോക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്, പക്ഷേ നാളെ 1 ലക്ഷം രൂപ അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ മെസ്സേജ് ഇട്ട് കഴിയുന്നതിന് മുന്നമേ സന്തോഷ് KP എന്ന് പറയുന്ന ഒരു ദേവദാസൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു പൈസ കിട്ടിയോ? ഞാൻ പറഞ്ഞില്ല, കിട്ടിയില്ല. എൻ്റെ ഭാര്യയുടെ അനിയത്തിയുടെ കല്യാണമാണ്, അതിന് കൊടുക്കാൻ വേണ്ടി ഞാൻ 50,000 രൂപ ലോൺ എടുത്തു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, ഞാനത് നിങ്ങൾക്ക് ഇട്ടുതരാം. ഞാൻ പറഞ്ഞു അയ്യോ, അനിയത്തിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കൊടുക്കാൻ കൊണ്ടുവന്ന പൈസ ഒന്നും തരണ്ട, 50,000 രൂപ കൊണ്ട് എത്തത്തുമില്ല, നിങ്ങൾ ഇടരുത്. അതിനടുത്ത് പറഞ്ഞു അതൊക്കെ മോളുടെ പഠനം കഴിഞ്ഞിട്ടല്ലേ, കല്യാണം അത് നടന്നോളും, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അന്നേരം തന്നെ ഇട്ടു പൈസ. ഇനി അത് കഴിഞ്ഞിട്ടായപ്പോഴത്തേക്കുണ്ട് നമ്മുടെ ഒരു സഹോദരനുണ്ട്, ഞങ്ങളെ സാമ്പത്തികമായിട്ട് ഇടയ്ക്കൊക്കെ സഹായിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു സഹോദരനുണ്ട്. ആ സഹോദരൻ എന്നെ ഫോൺ വിളിച്ചു, മോളുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ സഹോദര അഡ്മിഷൻ റെഡി ആയിട്ടുണ്ട്, പക്ഷെ 1 ലക്ഷം രൂപ അടയ്ക്കണം, അതേ ഗൾഫിലാ, 1 ലക്ഷം രൂപ അടയ്ക്കണം, നമ്മുടെ കയ്യിൽ പൈസ ഇല്ല, അങ്ങനെ ഇരിക്കുക, എന്താ ചെയ്യുന്നത്? അതിനിപ്പോ ഒന്നുമില്ല പൈസ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സഹോദരൻ 50,000 രൂപ ഇട്ട് തന്നിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, 50,000 രൂപ ഞാനിടാം, പാസ് എങ്ങനെയാണ് തിരിച്ചു ചെയ്യാൻ പറ്റുന്നത്? ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു സ്ഥലമുണ്ട്, അത് വിറ്റ് കഴിഞ്ഞാൽ തരാം, വിൽക്കണം, അതൊരു വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് കുഴപ്പമില്ല, ഞാൻ ഇട്ടേക്കാന്ന് പറഞ്ഞ 50,000 രൂപ ഇട്ടു. പക്ഷെ 50,000 രൂപ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നേ എന്റെ അക്കൗണ്ടിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരുമിച്ച് പോകില്ല, അവർക്ക് 1 ലക്ഷം രൂപ ഒരുമിച്ച് അയക്കണം, എന്റെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നില്ല. ഞങ്ങൾ ഇവിടെ കിടന്നോടി, അവസാനത്തെ 2 മണിക്കൂറോടും കിടയേ ഉള്ളൂ, ഇതിനിടയിൽ ഇത് അയച്ചേ പറ്റൂ, അയച്ചില്ലെങ്കിൽ അഡ്മിഷൻ കിട്ടൂല. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുമ്പോഴുണ്ട് ഈ സഹോദരൻ ഗൾഫിൽ നിന്ന് വീണ്ടും വിളിക്കുന്നു, ഫസ്റ്റ് അഡ്മിഷൻ റെഡിയായോ? ഞാൻ പറഞ്ഞു സഹോദര ഇല്ല. എന്നാ പറ്റി? ഞാൻ പറഞ്ഞു പൈസ എൻ്റെ ഉണ്ട്, എൻ്റെ കയ്യിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരുമിച്ച് പോകുന്നില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. സമയം ഇപ്പൊ ഇനി എത്രയുണ്ട്? ഞാൻ പറഞ്ഞു ഇനിയിപ്പോ 1.5-2 മണിക്കൂറും കൂടിയേ ഉള്ളൂ.
മോളോട് കമ്പ്യൂട്ടർ എടുത്തോണ്ട് അങ്ങോട്ട് വന്നിരിക്കാൻ പറ എന്ന് പറഞ്ഞു. വന്നിരുന്നു. സഹോദരൻ അവിടുന്ന് പണം അടച്ചിട്ട് എൻ്റെ അടുത്ത് പറയുക, പൈസ ഇപ്പൊ തിരിച്ചിടണ്ട കേട്ടോ, സ്ഥലം വിറ്റിട്ട് തിരിച്ചിട്ടാ മതി. ഞാൻ പറഞ്ഞത്, ദൈവം ആ തക്ക സമയത്ത് അതും ഞാൻ പറഞ്ഞു, ഏതെല്ലാം സമയത്ത് നമ്മുടെ സാമ്പത്തിക ആവശ്യങ്ങളാകട്ടെ, ഭൗതിക ആവശ്യങ്ങളാകട്ടെ, സഹായമാകട്ടെ. ഒരു കാര്യം കൂടി ചുരുക്കി ഞാൻ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. എനിക്ക് ഈ 2.5 വർഷം മുമ്പ് അറ്റാക്ക് ഉണ്ടായി. ഒത്തിരി പ്രതിസന്ധികളിലൂടെ പോയ ഒരു സമയത്താണ് അറ്റാക്ക് ഉണ്ടായത്. അറ്റാക്ക് ഉണ്ടായപ്പോ ഞാൻ നാട്ടിലാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ സഹോദരങ്ങൾ ആരും വിശ്വാസത്തിൽ വന്നിട്ടില്ല, എനിക്കുള്ളവരാരും വിശ്വാസത്തിലല്ല. അവർക്കെല്ലാം പ്രാർത്ഥന ആവശ്യമുള്ളപ്പോഴെല്ലാവരും വിളിക്കും. അവർക്ക് ഈ വിശ്വാസം ശരിയാണെന്നെല്ലാം അറിയാം, പക്ഷെ അവരാരും വന്നിട്ടില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തില്ല അവിടെ വെച്ച്. അതുകൊണ്ട് എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു, അവർക്കൊരു ബുദ്ധിമുട്ടാകരുത്, അതുകൊണ്ട് എങ്ങനെയും തിരിച്ചുകൂടെ എത്തണം. ഇപ്പൊ എനിക്കൊരു ശനിയാഴ്ച അറ്റാക്ക് ഉണ്ടായി. ഞാൻ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തിട്ട്, അപ്പൊ അതുവരെയും ദൈവം എന്നെ കാത്തു എന്നുള്ളതാണ്. തത്കാല ടിക്കറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ വെള്ളിയാഴ്ച ഇവിടെ എത്തി. വെള്ളിയാഴ്ച പോയിട്ട് ഒരു ഡോക്ടറെ കാണുമ്പോഴാണ് പറയുന്നത്, നിങ്ങൾ അറ്റാക്കിലിരിക്കുന്ന നിങ്ങൾ, കാരണം ഞാൻ വൈഫിനെയും കൊണ്ട് ബൈക്കിലാ ചെന്നേ, നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നോ, നിങ്ങളെ ദൈവം കാത്ത്, ഇനി നിങ്ങൾക്കൊന്നും വരാനില്ല. എന്തായാലും അവിടുന്ന് പോയി പിറ്റേന്ന് പോയിട്ട് പരിയാരം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അഡ്മിറ്റ് ആയി. കണ്ട പാടെ അവര് പറഞ്ഞു, അയ്യോ നിങ്ങളെ വിടാൻ പറ്റൂല. ഞാൻ പറഞ്ഞു, നാളെ ഞായറാഴ്ചയാണ്, ആരാധന കഴിഞ്ഞിട്ട് ഞാൻ വരാന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾ എന്തായി പറയുന്നത്, നിങ്ങളെ വിടാൻ പറ്റില്ല, നിങ്ങൾ അറ്റാക്കിന്റെ അവസ്ഥയിലാ, നിങ്ങൾ പോകരുത് എന്ന് പറഞ്ഞിട്ട് അന്നേരം തന്നെ അഡ്മിറ്റ് ആക്കി. പക്ഷേ പ്രയാസപ്പെട്ടു പോയി. ദൈവമേ, പൈസയ്ക്ക് എന്ത് ചെയ്യും, ഒന്നുമില്ല. പക്ഷേ ദൈവം കാരുണ്യയുടെ ഇത് അവര് തന്നെ, ഹോസ്പിറ്റലുകാർ തന്നെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് തന്ന് 5 പൈസ അടയ്ക്കേണ്ടി വന്നില്ല, സന്തോഷമായിട്ടുണ്ടായി. അതുപോലെ എനിക്ക് അത്രേ പറയാനുള്ളൂ, ദൈവം മതിയായവന്. എനിക്ക് ഒത്തിരി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എന്നെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. നമുക്ക് ഒന്നേ പറയാനുള്ളൂ, ഈ ദൈവം എത്ര നല്ലവനെന്ന് നമ്മൾ രുചിച്ചറിയണം. ജീവിതത്തില് ഈ ദൈവം എത്ര നല്ലവനെന്ന് നമ്മളൊന്ന് രുചിച്ചറിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഈ ദൈവത്തെ വിട്ടുമാറാൻ. കാരണം ഞാൻ ആദ്യ കാലത്ത് കേട്ട ആ ദൂത്, ജീവനുള്ള ദൈവം അവൻ വിശ്വസ്തനാണ്, മാത്രമല്ല അന്ത്യം വരെയും നമ്മെ വഴി നടത്താൻ മതിയായ ദൈവമാണ്. ഇന്നും ഇന്നലെ എല്ലാം നടത്തിയ ദൈവം ഇനിമേലും നടത്താൻ, എന്നെ മാത്രമല്ല തന്നിൽ ആശ്രയിക്കുന്ന ആരെയും വഴി നടത്താൻ, അനുഗ്രഹിപ്പാൻ, നമ്മെ മാത്രമല്ല തന്നിൽ ആശ്രയിക്കുന്നവരുടെ തലമുറകളെ പോലും അനുഗ്രഹിപ്പാൻ ഈ ദൈവം മതിയായവനാണ്. തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് ഒരു കാര്യം കൂടി ഞാൻ ഓർപ്പിക്കാൻ, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഉണ്ട്. മൂത്തയാള് M.Tech പഠിച്ചുകൊണ്ടിരിക്കുന്നു, ഇളയാള് BOT ഇപ്പൊ 3-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. ഞങ്ങൾ ഇന്ന് പയ്യന്നൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവദാസനെ, ഈ പയ്യന്നൂരിലെ പ്രവർത്തനം എങ്ങനെ? നമ്മൾ സഭയുടെ ചാർജ് ഉണ്ടോ അവിടെ കർത്താവദാസന്? സഭയുടെ ചാർജ് ഉണ്ട്. നമുക്കൊരു ചെറിയ സഭ ഇവിടെ ഉണ്ട്, ചെറിയ സഭയുണ്ട്. എന്നാൽ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡിങ്ങോ ഒന്നുമില്ല. നമ്മളിപ്പോ വാടകയ്ക്കാണ്. നമുക്ക് താമസവും വാടകയ്ക്കാണ്, പിന്നെ ആരാധന നടക്കുന്ന സ്ഥലവും വാടകയ്ക്കാണ്. നമുക്ക് ഞായറാഴ്ച അല്ലാതെ മറ്റൊരു ദിവസം അവിടെ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഒരു കുഞ്ഞു വീട്ടിൽ, അതുകൊണ്ട് മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ മറ്റൊരു സ്ഥലത്ത്, നമ്മുടെ ഒരു സഹോദരന്റെ വീട്ടിൽ, നമ്മൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സഹോദരന്റെ വീട്ടിൽ വെച്ചാണ് വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു കോളൊക്കെ ഉണ്ടാകണം, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. എങ്ങനെയുണ്ട് അവിടുത്തെ പ്രവർത്തനം പൊതുവെ എങ്ങനെയുണ്ട്? നമുക്ക് സ്മൂത്താണോ അതോ ടഫാണോ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയുള്ള അനുഭവങ്ങൾ സ്ഥിരം ഉണ്ട് ഇവിടെ. ദേശത്തുണ്ട്. ഓക്കെ. എങ്കിലും അതിൻ്റെ എല്ലാ നടുവില് കർത്താവിന്റെ ദാസനെ ദൈവം ഇന്നും നിലനിർത്തുന്നു. വലിയവനായ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. അനേക ഭൗതിക ജോലികളുടെ സാധ്യതകളൊക്കെ ഒരുങ്ങി വന്നപ്പോഴും അതെല്ലാം മാറ്റിവെച്ചിട്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ചുമല് കൊടുത്ത് ഒരു ദേശം തിരഞ്ഞെടുത്ത് അവിടേക്ക് കടന്നുപോയി കർത്താവിൻ്റെ വേലയിൽ ഇന്ന് നിലകൊള്ളുന്ന കർത്താവിൻ്റെ അഭിഷിക്തനെ കുടുംബമായിട്ട് ആ പട്ടണത്തിൽ ദൈവം ഉപയോഗിക്കട്ടെ. കൂട്ടായി കൊടുത്ത സഹോദരിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ധാരാളമായി കൊടുത്ത കുഞ്ഞുങ്ങൾ അവർ പഠിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരായി അതേ മാതാപിതാക്കന്മാരാകുന്ന നമുക്ക്
എത്തുവാനും ചെയ്യുവാനും കഴിയാത്ത കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് കർത്താവ് വരുന്ന ആളുകളിൽ ചെയ്യിച്ചെടുക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. കണ്ണുകളടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസൻ ഒരു വാക്ക് ദൈവസന്നിധി സ്തോത്രം ചെയ്താട്ടെ. സ്തോത്രം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, സ്തുതിക്കുന്ന കർത്താവെ, സ്തോത്രം ചെയ്യുന്നപ്പാ. കർത്താവെ, ഈ ജോയ്സ് ടിവിയിലൂടെ കർത്താവെ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇത് കേൾക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണം അപ്പാ. അത് കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. അങ്ങുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ, അങ്ങ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, നിത്യതയുടെ ഓഹരിക്കാരായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഓരോരുത്തരെയും സഹായിക്കണം. അവരുടെ വേദനയിലും പ്രയാസത്തിലും കണ്ണുനീരിന്റെ അനുഭവങ്ങളിലെല്ലാം കർത്താവ് കൂടെ ഇരുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. എല്ലാ നിലയിലും അങ്ങ് അനുഗ്രഹത്തിന്റെ ദൈവം ഒന്ന് രുചിച്ചറിയുവാൻ തക്കവണ്ണം ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. ജോയ്സ് ടിവിയുടെ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കണം അപ്പൊ. വരുന്ന ആളുകളിൽ വിശാലതയിലേക്ക് നയിക്കണം. എല്ലാ നിലയിലും അനുഗ്രഹിക്കുന്നതിനായിട്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. ഓക്കെ, കർത്താവിന്റെ ദാസനെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ.